Tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, keni, zarda, etc., or their promotion in any manner. Flight 1 hour delayed. You do one thing. നമ്മുടെ എല്ലാ മാനേജേഴ്സിനും ഇമ്മീഡിയറ്റ് ആയിട്ട് മെസ്സേജ് പാസ് ഓൺ ചെയ്തോളൂ. ഹലോ, can you hear me? ഹലോ, മീറ്റിംഗ് പോസ്റ്റ്പോൺ ചെയ്തോളൂ. ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ, എക്സ്ക്യൂസ് മീ. യെസ്. നെറ്റ്വർക്ക് പ്രോബ്ലം, ഒരു അർജന്റ് കോൾ ചെയ്യാനുണ്ടായിരുന്നു. Can I use your mobile? Network error. Yeah. Try idea. It can change your life. Thank you. Thank you, sir. Yeah. Hello. Yeah, I'm Vishnu here. Flight is a bit delayed. Thank you. Meeting ഒരു 1 hour postpone ചെയ്യേണ്ടി വരും. You just pass on the messages to all our managers. Okay. Yeah, I'm just waiting for it. All right. Oh God! Catch him! My phone! Call the police! Oh, what a poor idea! സഹോദര, ലേറ്റസ്റ്റ് വൈഡ് ആംഗിൾ ലെൻസ് ആണ്. ചുമ്മാ കണാകൊണ വില പറയുന്നത്. നോക്കട്ടെ. ഫോട്ടോ എന്റെ അളിയന്റെ ഒരു വേദനിക്കുന്ന കോടീശ്വരൻ, പാവം. എന്റെ കുറെ ലേറ്റസ്റ്റ് മൊബൈൽസ് വേറെ ഉണ്ട് കേട്ടോ, ബ്രാൻഡ് ന്യൂ. മുതലാളിയേ, അളിയ सौ साल पहले मुझे तुमसे प्यार था, आज भी है और कल भी रहेगा. 100 साल पहले मुझे तुमसे प्यार था.
എന്റെ ഭാര്യയാണേ സത്യം. ഈ റോസ്മേരിയോട് എനിക്കുണ്ടായിരുന്നത് ഒരു ഫിസിക്കൽ അട്രാക്ഷൻ മാത്രമാണ്, നോട്ട് എൻ ഇമോഷണൽ റിലേഷൻഷിപ്പ്. ഇതെന്നെ കൊണ്ട് എത്തിച്ചത് ഒരു 10 ലക്ഷം രൂപയുടെ സാമ്പത്തിക തിരിമറയിലാണ്. പരസ്ത്രീ ബന്ധം, സാമ്പത്തിക തിരിമറി. പോരെ, ഞാൻ വിവാഹമോചിതനും ജയിൽ പ്രവേശിതനുമായി. അങ്ങനെ കാര്യങ്ങൾക്കെല്ലാം ഒരു തീരുമാനവുമായി. ഇവിടെയാ. ലൂയി. വിഷ്ണു. പപ്പൻ. Sit down. കള്ളന്മാരായിരിക്കും. പാട്ടിനെ മധുരപ്പെടുത്തുന്നത് അതിനോട് ചേർന്ന താളമേളങ്ങളാണ്. ഭക്ഷണത്തിന് രുചി കൂട്ടുന്നത് അതിനോട് ചേർന്ന വിഭവങ്ങളാണ്. അതുപോലെ തന്നെയാണ് കുടുംബവും. എപ്പോഴോ ചെയ്തു പോയ തെറ്റിന്റെ ഫലമായി നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് വലിയ സൗഭാഗ്യങ്ങളാണ്. നിങ്ങളുടെ മാത്രമല്ല, നിങ്ങളുടെ ഭാര്യയുടെയും മക്കളുടെയും അച്ഛന്റെയും അമ്മയുടെയും. നിങ്ങളെ വിശ്വസിച്ചതിന് പകരമായി നിങ്ങൾ അവർക്ക് നൽകിയത് എന്താണ്? ഒറ്റപ്പെടൽ, അപമാനം, അവഗണന. നിങ്ങളെ കുറ്റപ്പെടുത്താനോ വേദനിപ്പിക്കാനോ വേണ്ടി പറഞ്ഞതല്ല. ഒരു കുറ്റമോ അതിന് ലഭിച്ച ശിക്ഷയോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഫുൾ സ്റ്റോപ്പ് ആകുന്നില്ല. ചിന്തിക്കൂ, ഒരു നല്ല ജീവിതം പുറത്ത് നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. കുറെ നാളായിട്ട് മനസ്സിലുള്ള കാര്യങ്ങളാണ് സാർ പറഞ്ഞത്. എല്ലാ മനുഷ്യരിലും ഉണ്ട് നന്മയും തിന്മയും. ചിലപ്പോൾ നാം അത് സ്വയം കണ്ടെത്തുന്നു, മറ്റു ചിലപ്പോൾ വേറൊരാൾ നമ്മളത് കണ്ടെത്താൻ സഹായിക്കുന്നു. അത്രയേ ഉള്ളൂ. സോ ഡോണ്ട് വറി, എല്ലാം ശരിയാവും. ഓക്കെ? സത്യത്തിൽ ഡോക്ടറിനോട് വേണം ഇതിനൊക്കെ. സാറേ, പപ്പേട്ടൻ അടുത്ത ആഴ്ച റിലീസ് ആവുക. ഓ ഗുഡ്. എന്റെ നമ്പർ ഉണ്ടല്ലോ. ഉണ്ട്. എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കാൻ മറക്കരുത്. ശരി. ഓക്കെ? ശരി. ശരി. मगर जी नहीं सकते तुम्हारे बिना, हमें तुमसे प्यार कितना. ഉറങ്ങായിരുന്നില്ലേ? ഒറ്റ വെറുതെ ഇന്ന് അയാളെ കെട്ടിപ്പിടി. നിങ്ങൾ എന്റെ ഫ്ലാറ്റിലേക്ക് വരണം. അവിടെ ഞാൻ ഒറ്റയ്ക്കാന്ന് അറിയാമല്ലോ. ഇത്ര സൗകര്യമൊന്നും ഇല്ലെങ്കിലും 2 അടിച്ച് പാട്ടൊക്കെ കേട്ടിരിക്കാമല്ലോ. ഇനി ആശാന്റെ കൂർക്കമരിയില്ലാതെ അങ്ങനെ ഉറങ്ങാൻ. ഞങ്ങൾ ഇറങ്ങുമ്പോഴേക്കും വേറെ പണി ഒപ്പിച്ചിങ്ങോട്ട് വന്നേക്കല്ലോ കേട്ടോ. ഓടാ.
നമസ്കാരം സാർ. വണക്കം. രണ്ടുപേരും ഒരുമിച്ച് ഇറങ്ങുന്നതൊക്കെ കൊള്ളാം. ഇനി ഏരിയൽ കണ്ടുപോരുത്. പിന്നെ റിസോർട്ടല്ലേ? എന്താ എന്താ സുഖം, താമസം, ഭക്ഷണം, പോരാത്തതിന് ശമ്പളവും. പിന്നെ എങ്ങനെ തിരിച്ചു വരാതിരിക്കും? ലക്ഷങ്ങളുടെ ഏർപ്പാടല്ലേ? സർക്കാരിന്റെ 10 ചക്രം കിട്ടാനും യോഗം വേണം മോനെ. എവിടെ ഒപ്പിടണ്ട സാറേ? പറ. ഇവിടെ ഇട്ടുള്ളൂ. ഓ, ഈ PFM ഗ്രാറ്റുവിറ്റി ഒക്കെ ഉണ്ടല്ലോ അല്ലേ? പെൻഷൻ കൂടി ആയാലോ? ആയിക്കോട്ടെ. അത് വേണ്ട. പിന്നെ സാറും ഞങ്ങൾ തമ്മിൽ എന്നാ വ്യത്യാസം? അടി നടലുവി ഇവിടെ ഒപ്പിട. നീ അതും വേണോ? എവിടെയാ? ഹലോ, എന്ത് കാണിക്കാൻ പോവാ? സീല് മതി. എന്തേലും കാണാതെ പോയോ? പേരേ ഇവർക്ക് അതൊക്കെ ഇംഗ്ലീഷിൽ എഴുതി കൂടെ? ഇംഗ്ലീഷൊക്കെ വെള്ളക്കാരുടെ കാലത്ത്. ഇപ്പൊ കൊള്ളക്കാരായെന്ന് മാത്രം. ഇവിടെ അതൊക്കെ ഞെക്കടാ. ഹലോ മിസ്റ്റർ പെരേര. എന്തുവാടേ ഇത്? എറണാകുളം ജില്ലാ കളക്ടറാ? അല്ല, കോഴിക്കോട് SP. സില്ലി പോലീസ്. ഉണ്ടേക്കണ്ടല്ലോ അല്ലേ? എന്ത് വേണോ? വേണ്ട, തുടച്ചു വെച്ചേക്ക്. തുറക്ക്. പോ. ഒരു തുള്ളി പോലും കിട്ടാതെ ജയിലിൽ കിടക്കുന്ന തെണ്ടികൾക്ക് വേണ്ടി ഞാൻ ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. നീ അടിക്കണില്ലേ? വേണ്ട, ഒരു മൂഡില്ല. 2 അടിച്ചാൽ നല്ല മൂഡ് വരും. വേണ്ട ലൂച്ച. ഹലോ ബ്രദർ. എന്താണോ? ഹലോ ബ്രദർ, ഈ പുറത്തേക്കുള്ള വാതിലെവിടെ? അവിടെ. താങ്ക് യു. അറിയാതെ പുറത്തേക്ക് ഇറങ്ങി പോകാതിരിക്കാൻ ചോദിച്ചതാ. പോന്നോക്ക്. It's all right. ഇവിടെ ഒരു ഡബിൾ ചാർജ്. അടിക്കുന്നതൊക്കെ കൊള്ളാം, അലമ്പുണ്ടാക്കരുത്. നിനക്ക് എന്താ പറ്റിയത്? വല്ല സുവിശേഷത്തിനും പോണ്ടോ? വെറുതെ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കുറെ നാളായിട്ട് നിന്നെ ശ്രദ്ധിക്കുക. ആ ഡോക്ടർ കണാപ്പന്റെ ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം ഇന്ന് നീ ഇങ്ങനെ? ഇന്റർവ്യൂ അല്ല, കൗൺസിലിംഗ്. എന്തോ ശരി. ആ സുനാപ്പി ദേ, വിവരമില്ലാത്തൊരു പലതും പറയും. നമ്മൾ ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ കളയും. ഓക്കെ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ, അന്ന് ആ ഡോക്ടർ ചോദിച്ചതുപോലെ നിങ്ങളുടെ കുത്തുകൊണ്ട് അയാൾ മരിച്ചു പോയിരുന്നെങ്കിലോ? അതൊന്നും എനിക്കറിയില്ല, അറിയാനായിട്ട് ആഗ്രഹമില്ല. എന്നാ അറിയണം ലൂച്ച. നമ്മൾ അറിയാതെ പോകുന്ന പലതും ഉണ്ട്. ഇത്രയും നാള് അടിയും തല്ലും മോഷണമൊക്കെ ആയിട്ട് നടന്നില്ലേ? എന്നിട്ട് എന്താ മിച്ചം? അവസാനം കറങ്ങി തിരിഞ്ഞ് ജയിലില്. സമ്പാദിക്കുന്ന കാശ് പോലീസുകാർക്കും വക്കീലന്മാർക്കും. മടുത്തു. ഇതൊക്കെ വിട്ട് എവിടെയെങ്കിലും പോയി സ്വസ്ഥമായിട്ട് ജീവിക്കണം. നീ എന്താ ഉദ്ദേശിക്കണം? നമുക്ക് പപ്പേട്ടന്റെ അടുത്തേക്ക് പോയാലോ? ഇന്നത്തെ കേരള 50 ലക്ഷം. ടിക്കറ്റ് വില 20 രൂപ മാത്രം. ഇന്നത്തെ കേരള സാറേ, ഒരെണ്ണം എടുക്ക സാറേ. ഇന്നത്തെ കേരള എടുക്ക സാറേ. അടിക്കോ? ഇടയ്ക്കിടയ്ക്ക് ഓരോന്നടിക്കും. അതല്ല, ലോട്ടറി അടിക്കുമെന്നു. അത് സാറിന്റെ ഭാഗ്യം പോലെ ഇരിക്കും. അതെനിക്കറിയില്ലായിരുന്നു. സാറിനും അടിക്കും. 20 രൂപ. ഓക്കെ, ഇനി പോയി ഹലോ ബ്രദർ. ബ്രദർ, എക്സ്ക്യൂസ് മീ. ഈ ബാറിന്റെ അകത്തേക്കുള്ള വഴി ഏതാണ്? അറിയാതെ പുറത്തായി പോയി. എന്തോ ഇത്? ഒറ്റ തേമ്പ് വെച്ചെന്നുണ്ടല്ലോ. അതാ വഴി, അങ്ങോട്ട് പോ. ഓക്കെ, ഐ വിൽ മാനേജ്. നോ പ്രോബ്ലം. ഞാൻ അടിച്ചെന്തായിരുന്നു കുഴപ്പം? ആദ്യം ഇതടിക്കുമെന്ന് നോക്കട്ടെ. എങ്ങോട്ട്? അത് ശരി. ഇപ്പൊ ഇത്ര നേരം പറഞ്ഞ ഒന്നും മനസ്സിലായില്ലേ? പപ്പേട്ടന്റെ ഫ്ലാറ്റിലേക്ക്. ഒന്നും ശരിയാവില്ലടാ. വേറെ ആളുടെ വീട്ടിലേക്കൊന്നും ഞാനില്ല. വേറെ ഒരാളല്ലല്ലോ, പപ്പേട്ടനല്ലേ? എന്നാലും ഒരു ചമ്മല് ഞാനില്ല. വരുന്നെങ്കി വാ, ഞാൻ പോണു. കേട്ടോ, കീർത്തി നഗറിലേക്ക് വിട്ടോ. ശരി. ചേട്ടനെങ്ങോട്ടാ? ചേട്ടനെങ്ങോട്ടാ? ഞാൻ ഈ ചേട്ടൻ പറഞ്ഞ സ്ഥലത്തേക്ക്. ആ സ്ഥലത്ത് ഈ ചേട്ടനെ മാത്രമേ കൊണ്ടുപോകുള്ളൂ? അങ്ങനെയൊന്നുമില്ല. എന്നാ ചേട്ടൻ വിട്ടോ. എന്തിനാ ചന്ദ്ര ഇങ്ങനെ നോക്കുന്നു? ഞങ്ങളിങ്ങനെ കൊച്ചു കൊച്ചു തെറ്റുകളൊക്കെ അല്ലേ ചെയ്തിട്ടുള്ളൂ. എന്തിനാ നോക്കുന്നത്?
എന്തിനാടോ നോക്കുന്നത്? നാശം. ഒന്നും മിണ്ടായിരിക്കാൻ. ഇതിന്റെ വായിലാര അലാറം വെച്ചു. മിണ്ടായിരുന്നോ? അടിയോളും. ഒന്നും മിണ്ടായിരിക്കണേ. എന്റെ വീടുമല്ല, എന്റെ കൊച്ചുമല്ല, പക്ഷെ ചെവി എന്റെ. രാവിലെ തുടങ്ങിയതാ ഈ ബീ മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കില്ല. ആ കൊച്ചിന്റെ വരവല്ല സുനാപ്പിളി വെച്ചോട്. മിക്കവാറും തുണി ഉണങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഇവിടുന്ന് കെട്ടുകെട്ടേണ്ടി വരും. അതെന്താ? നേരം വെളുത്തപ്പോ തന്നെ ലൂയി 11ന്റെ പണി തുടങ്ങി. ബൈ ദ ബൈ, 2 വേക്കൻസി കിടപ്പുണ്ട്. എനിക്കൊന്നും വയ്യ. തനിക്കല്ലേ, എനിക്ക്. മാനുവൽ എന്റർപ്രൈസസ് വാണ്ടഡ് സെയിൽസ് റെപ്രസെന്റേറ്റീവ്സ്. സർ, മൈ നെയിം ഇസ് വിഷ്ണു. I am 10 years old. My father is a farmer. ഒരുമാതിരി 2ാം ക്ലാസ് പിള്ളേരെ പോലെ. പപ്പേട്ട, ഞാനൊന്ന് റിഹേഴ്സൽ ചെയ്തോട്ടെ. മൈ നെയിം ഇസ് വിഷ്ണു. നീ വിഷ്ണു ശിവന് ആര് വേണമെങ്കിലും അയക്കോ. പേശിനകത്ത് കുടൽ എറിഞ്ഞിട്ട് പാടില്ല. കഴിക്കാൻ വല്ല ഇരിപ്പുണ്ടോ? പൊറോട്ടയും ചില്ലി ചിക്കനും ഉണ്ടായിരുന്നു. ഇരുന്ന് ബോറടിച്ചപ്പോ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോയി. കോമഡി പറയണേ. മനുഷ്യരോട് ഇന്റർവ്യൂ പോകാൻ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ അയാളൊരു വിശപ്പ്. നിനക്ക് ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ എനിക്ക് വിശക്കാൻ പാടില്ലേ? ആവശ്യത്തിന് സൗണ്ട് ഇതിനുണ്ട്. ഇവിടെ അടിക്കാൻ. ആദ്യം ഇയാളൊന്ന് പോയി കുളിക്ക്. കുളിച്ചിട്ട് ഞാൻ കല്യാണം കഴിക്കാൻ പോലും. ഇവിടെ അടിക്കണം. സൗകര്യമില്ല. എന്തോ കേ. എന്തേ കാണിക്കുന്നത്? നല്ല പൗരുഷത്തിന്റെ ഗന്ധം. സ്ത്രീകൾ ഇതിനെ നാറ്റം എന്നും പറയും. നിന്റെ ഇന്റർവ്യൂ ഏതായാലും 3 പേര് ഒരുമിച്ച് എന്തായാലും ഈശ്വര. ഓരോരുത്തരായിട്ട് വന്നോളൂ. എന്താ ദഹനക്കെട് വല്ലതും ഉണ്ടോ? ദഹിപ്പിക്കുന്നൊരു നോട്ടം. എന്തിനാ കരയുന്നേ? കണി കൊള്ളാലോ ഒപ്പേട്ടാ. ആന്റിയുടെ അടുത്ത് പോണോ? കെണിയാവല്ലേ മോനെ, പണിയാവും. ഈ കൂട്ടത്തിൽ ഓരോ റോസ്മേരി ബാൻ ഉണ്ടാവും. അനുഭവം ഗുരു. അവൾക്കൊരു എല്ല് കൂടുതലാണല്ലോ ഒപ്പേട്ടാ. കളയടാ, അവളൊരു പാവമാ. ഈ ചാട്ടവും ബഹളവും ഒക്കെ ഉള്ളൂ. ഒക്കെ പിടിച്ചു നിൽക്കാനുള്ള ഒരു നമ്പറാ. അറിയാമല്ലോ, ഒരു പെണ്ണ് ഒറ്റയ്ക്ക് താമസിക്കുമ്പോ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട്. എന്ത് ബുദ്ധിമുട്ട്? സൗകര്യമില്ല. പോടാ, അവിടെ കെട്ടിയവൻ ആത്മഹത്യ ചെയ്താ. അപ്പൊ ആ ഏരിയ ഓക്കെയല്ലോ. ഇനി സമയം കളയാതെ പോവാം. വാ പ്ലീസ്. പെട്ടെന്ന് പിന്നെ അവിടെ പോയി കൈ സൂക്ഷിച്ചോണേ. ഇയാളെ ഓടിച്ചിട്ട് നീ സമയത്തിന് എത്തിയതല്ല. വിഷ്ണു മുൻപ് എവിടെയാ വർക്ക് ചെയ്യുന്നത്? ഒരു ജോലിക്ക് ശ്രമിക്കുന്നത് ആദ്യമായിട്ടാണ് സാർ. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ട് ഇത്രയും വർഷം വെറുതെ ഇരുന്നോ? എന്തു പറ്റി? അത് പിന്നെ കുറച്ചു കാലം ജയിലിലായിരുന്നു.
തന്റെ സത്യസന്ധത കൊള്ളാം. ഒരു പുതിയ നമ്പർ അല്ലേ? പക്ഷെ തൽക്കാലം കള്ളനെ താക്കോലേൽപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. ചെല്ലു സർ. എന്താടാ എന്തു പറഞ്ഞു? രക്ഷയില്ല മോനെ, പോയിക്കോളാൻ പറഞ്ഞു. വേണമെങ്കിൽ ഞാൻ ഇടപെടണം. ഒരാള് മാത്രം നാണം കെട്ടാ പോരെ? പോട്ടെ, എൻ്റെ ഒരു പഴയ കസ്റ്റമർ ഇവിടെ ഒരു കമ്പനി നടത്തുന്നുണ്ട്. ഞാനൊന്ന് സംസാരിച്ചു നോക്കാം. ബാങ്കിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഹലോ, ഞാൻ പത്മകുമാരാണ്, ബാങ്കിലുണ്ടായിരുന്ന. ഹലോ ഹലോ, മീറ്റിംഗിലാണെന്ന്. ഒരുപാട് ഹെൽപ്പ് ചെയ്ത. ഈ ആവശ്യമില്ലാത്തവരെ പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റിയ വാക്കാ മീറ്റിംഗ്. വിടുവാപ്പേട്ടാ, നീ ഇങ്ങനെ ഡെസ്പാതെ, നമുക്ക് നോക്കാവുന്നേ. വീട്ടുകാരുടെ ബന്ധുക്കാരുടെ അടുത്തേക്ക് പപ്പേട്ടൻ എന്താ പോകാത്തതെന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഇതല്ലേ അനുഭവം? Past is the present problem. Yeah. അവരുടെ ഭാഗത്ത് എന്തെങ്കിലും റെസ്പോൺസ് ഉണ്ടോ? ഇതുവരെ ഒന്നുമില്ല സർ. ഇനി ഈ കേസ് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. ആളാത്തോണ്ടും തോന്നുന്നു. ഞാൻ നോക്കട്ടെ. ഐ നീഡ് an answer immediately. ബട്ട് സർ അത് സി എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞ? വാ ചെല്ലാൻ. കേറി വാ. അപ്പൊ ശരി, വിൽ ഡിസ്കസ് ദ മാറ്റർ ലേറ്റർ. ഓക്കെ. അല്ല, എന്തെങ്കിലും സീരിയസ് മാറ്റർ ആണെങ്കിൽ നിങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യാം. മാറ്റർ സീരിയസ് ആണ്. ആള് തിരക്കുള്ള ഒരു വക്കീലുമാണ്. മിസ്റ്റർ രവി മേനൻ, അഡ്വക്കേറ്റ്, ഡൈവേഴ്സ് സ്പെഷ്യലിസ്റ്റ്. ഹലോ രവി ഇതിന്റെ വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആണ്. പത്മകുമാർ, വിഷ്ണു ആൻഡ് ലൂയി. പേരൊന്നും മറന്നിട്ടില്ലടോ. സോ രവി, I'll call you later. Okay. വാ ഇരിക്കേ. ഡൈവോഴ്സ് സ്പെഷ്യലിസ്റ്റുമായിട്ട് എന്താണ് സാർ? ജയിലിലെ കൗൺസിലിംഗ് ഫാമിലി കോർട്ടിലോട്ട് മാറ്റിയോ? ഫാമിലി കോർട്ട് തന്നെ, പക്ഷേ കൗൺസിലിംഗ് നടത്തിയിട്ട് കാര്യമില്ല. ഇവിടെ കുറുന്തോട്ടിക്ക് തന്നെയാടോ വാദം. ചികിത്സിച്ചിട്ട് കാര്യമില്ല. എന്റെ സ്വന്തം കേസാ. ഒരു 5-6 വർഷമായിട്ട് ഞാനും ഭാര്യയും കാണുന്നത് കുടുംബ കോടതിയിൽ വെച്ച മോനെ വല്ലപ്പോഴും, അതും കോടതി അനുവദിക്കുമ്പോ. പക്ഷെ അതും എത്ര കാലം ഉണ്ടെന്ന് കണ്ടറിയണം. ഇതാ എന്റെ മോൻ. ഇപ്പോൾ ഇവനെ കാണണം തോന്നുമ്പോൾ ഇതാ മാർഗം. അത് പോട്ടെ, നിങ്ങളുടെ വിശേഷം പറ. എങ്ങനെ പോണു കാര്യങ്ങൾ? ഇസ് എവരിതിങ് ഓക്കെ? കുഴപ്പമില്ല സാർ. അതിലെന്തോ കുഴപ്പമുണ്ടല്ലോ. എവിടെ ഇപ്പൊ 3 പേരും താമസം? ഞാനും ലൂയും പപ്പേട്ടനോടൊപ്പം ഫ്ലാറ്റിലാ. ഓ, ദാറ്റ്സ് ന്യൂസ്. നന്നായി. ഇൻമേറ്റ്സ് ഇപ്പോൾ ഇന്റിമേറ്റ്സ് ആയി. സാധാരണ ജയിലിലെ ബന്ധങ്ങൾ അവിടെ തന്നെ അവസാനിക്കാറാ പതിവ്. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഓപ്പറേഷന് വേണ്ടിയായിരിക്കണം. അങ്ങനെ വല്ലതും ആണോ? അയ്യോ, അങ്ങനെയൊന്നുമില്ല സാർ. ഈസി മാൻ, ഐ നോ യു പീപ്പിൾ. കുറച്ചു നാളായിട്ടൊരു ജോലിക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിലായിരുന്നു ഞാൻ. ഒരിടത്തൊന്നും പോസിറ്റീവായിട്ടുള്ളൊരു റിപ്ലൈ കിട്ടുന്നില്ല. നമ്മുടെ ഒരു പാസ്റ്റ് അറിയുമ്പോൾ എല്ലാവരും നോ പറയുക. സത്യം പറഞ്ഞാൽ വല്ലാതെ മനസ്സ് മടുത്തൊരവസ്ഥയിലാണ് ഞാനിപ്പോ. അങ്ങനെ മനസ്സ് മടുക്കേണ്ട കാര്യമൊന്നുമില്ല. പാസ്റ്റ് വേണമെങ്കിൽ വിഷ്ണുവിന് ഹൈഡ് ചെയ്യാം. അത് ചെയ്യാതിരുന്നത് നിങ്ങളുടെ ജെനുവിനിറ്റി. പക്ഷെ ഇതെല്ലാവരും മനസ്സിലാക്കണമെന്നില്ല. ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുന്നവർ പലരും കുറ്റകൃത്യങ്ങളുടെ ലോകത്തേക്ക് തിരിച്ചു പോകുന്നത് സമൂഹത്തിന്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് കാരണമാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ചെറുതാണെങ്കിലും എനിക്കൊരു ജോലി അത്യാവശ്യമാണ് സാർ. I'm on my way, my child. I'm on my way. ചേട്ടാ ഒരു ചായ വേണേ. ഒരു ജോലി തന്നെ വേണമെന്നുണ്ടോ? ഒരു വരുമാന മാർഗം നിങ്ങളായിട്ട് തന്നെ കണ്ടെത്തിക്കൂടെ? ചേട്ടാ, ഒരു കാര്യം ചോദിച്ചോട്ടെ. ചേട്ടന് ഒരു ദിവസം സകല ചെലവും കഴിച്ച് എന്ത് കിട്ടും? ഒരു ആവറേജ് വരുമാനം പെർ ഡേ? അതിപ്പോ ഹെൽത്തുകാർ വിഴുങ്ങുന്നതും പോലീസുകാർ റോസ് അടിക്കുന്നതും പിന്നെ ഈ തടിയെ തിന്നു തീർക്കുന്നതും കഴിച്ചാൽ ഒരു 100-500 രൂപ വെക്കും.
കരയാതെ ഒന്നും പേടിക്കണ്ട. വണ്ടി ഒന്നും കിട്ടിയില്ലേ? ഇവിടെ ഉണ്ടല്ലോ. വേണ്ട പ്ലീസ്, വേണ്ട 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 സിസ്റ്റർ പ്ലീസ്, പ്ലീസ് പ്ലീസ് സിസ്റ്റർ വേണ്ട, വേണ്ട സിസ്റ്റർ പ്ലീസ് പ്ലീസ് വേണ്ട. ഒരു ഉറുമ്പ് കടിക്കുന്ന വേദനയല്ലേ ഉള്ളൂ. ഇഞ്ചക്ഷൻ റൂമിലാണ് എത്തി നോക്കുന്നത്. ഇഞ്ചക്ഷൻ റൂമല്ലേ, ലേബർ റൂമൊന്നും അല്ലല്ലോ. ചേടാ, കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്ത ആൾക്ക് കാര്യങ്ങൾ അറിയാനുള്ള അവകാശമില്ലേ? എന്തോ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ജനറൽ ആശുപത്രിയിലാണ്. പരിക്കേറ്റ വിദ്യാർത്ഥികൾക്കെല്ലാം പ്രാഥമിക ചികിത്സ നൽകിക്കൊണ്ടിരിക്കുന്നു. ഈ സംഭവത്തെപ്പറ്റി ജനപ്രതിനിധി ശ്രീ തത്തമ്പള്ളി പ്രഭാകരൻ. ഈ സംഭവമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ മുഖ്യമന്ത്രി രാജിവെക്കണം. സാർ, അപകടത്തെ പറ്റി പറയൂ. അല്ല, മുഖ്യമന്ത്രി രാജിവെക്കണം. മുഖ്യമന്ത്രിക്ക് ഇതുമായിട്ട് എന്താണ് ഒരു ബന്ധം? ബന്ധവുമില്ല, പക്ഷെ മുഖ്യമന്ത്രി രാജിവെക്കണം. പേര് ലക്ഷ്മി. ലക്ഷ്മി, ലച്ചു, പിച്ചു, സോ സ്വീറ്റ്. വയസ്സ് 22. അഡ്രസ്സോ DC 321 TDM റോഡ്, ചമ്പക്കര. ചമ്പക്കര. എമ്പക്കര. പേര്? ഹലോ മിസ്റ്റർ, പേര് പറ. ലച്ചു. സോറി, വിഷ്ണു. സ്വപ്നം കണ്ടു നിൽക്ക. ഒപ്പിട്. ഒപ്പിടാൻ ഇതെന്താ സാറേ, രജിസ്റ്റർ മാരേജോ? നിങ്ങൾ ഒന്നാം സാക്ഷിയാണ് മിസ്റ്റർ. നന്നായി. വെറുതെ അല്ല ഒരു അപകടം കണ്ട ഒരുത്തനും തിരിഞ്ഞു നോക്കാത്തത്. കുട്ടി പോയിക്കോളൂ. സാർ, ഒരു മിനിറ്റ്. രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ആൾക്ക് എന്താണ് അപകടത്തെ കുറിച്ച് പറയാനുള്ളതെന്ന് കേൾക്കാം. സർ, 2 വാക്ക് അപകടത്തെ പറ്റി. 2 വാക്കല്ലേ? ചെറിയ അപകടം, പറഞ്ഞു വലുതാക്കണ്ട. സോറി, കട്ടി. സർ, അപകടം ചെറുതാണെന്ന് അറിയാം. ആർക്കും കാര്യമായിട്ട് പരിക്കുകളില്ല. പക്ഷെ ഇതൊന്ന് പൊലിപ്പിച്ച് പറഞ്ഞില്ലെങ്കിൽ ആളുകൾക്ക് കാണാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. മാത്രമല്ല, ഇന്ന് കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല സാർ. പ്ലീസ്. അങ്ങനെ ഓക്കെ. വളരെ ദാരുണമായ ഒരു അപകടമായിരുന്നു. തക്ക സമയത്ത് ഞാൻ രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചതുകൊണ്ട് മാത്രമാണ് ഇതിലും വലിയൊരു അപകടം ഒഴിവാക്കാൻ സാധിച്ചത്. കുട്ടികളും ടീച്ചറും എല്ലാം വല്ലാതെ ഭയപ്പെട്ടു പോയി. ഇപ്പൊ എല്ലാം ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. എന്തായിരുന്നു അപകട കാരണം? അപകട കാരണം അമിത വേഗവും വണ്ടിയുടെ കാലപ്പഴക്കവും തന്നെ. കട്ടപ്പുറത്തിരിക്കുന്ന വണ്ടിയാണ് കുട്ടികളെയും കൊണ്ട്. ഞാൻ പറഞ്ഞു മുഖ്യമന്ത്രി രാജിവെക്കണോ? സർ, താങ്ക് യു സർ. താങ്ക്സ്. മുഖ്യമന്ത്രി രാജിവെക്കണം. മുഖ്യമന്ത്രി പ്ലീസ് ടീച്ചറോടൊന്ന് ചോദിക്കട്ടെ. അപകടം നടന്ന വാഹനത്തിൽ ടീച്ചറും ഉണ്ടായിരുന്നല്ലോ. എന്ത് പറയുന്നു അപകടത്തെ കുറിച്ച്? അപകടത്തെ പറ്റി രക്ഷാപ്രവർത്തകർ പറയുന്നത് അപകട കാരണം വാഹനത്തിന്റെ കാലപ്പഴക്കവും അമിത വേഗതയുമാണെന്നാണ്. ഇത് കാണിക്കുന്നത് സ്കൂൾ അധികൃതരുടെ അനാസ്ഥയല്ലേ? അതിപ്പോ അതെ, അപകടത്തിന്റെ കാരണം സ്കൂൾ അധികൃതരുടെ അനാസ്ഥയെന്ന് അധ്യാപികയും. സംഭവം വിവാദത്തിലേക്ക്. ചേട്ടാ പോവല്ലേട്ടാ, 2-3 കാര്യങ്ങളും പറയാണ്ടേട്ടാ. കുഴപ്പമൊന്നുമില്ല. അയ്യോ, എനിക്കൊരു കുഴപ്പമില്ല പപ്പേട്ടാ. ഞാൻ ഉടനെ എത്തും. അതെല്ലാം ഞാൻ വിളിക്കാട്ടോ. സ്കൂൾ വാൻ മരത്തിലിടിച്ച് കുട്ടികൾക്കും ടീച്ചർക്കും പരിക്ക്.
എളമക്കര ഏഞ്ചൽ വോയ്സ് നഴ്സറി സ്കൂളിലെ കുട്ടികൾക്കാണ് അപകടത്തിൽ പരിക്ക് പറ്റിയത്. അപകട കാരണം വാഹനത്തിന്റെ കാലപ്പഴക്കവും അമിത വേഗവുമെന്ന് ദൃക്സാക്ഷികൾ. വളരെ ദാരുണമായ ഒരു അപകടമായിരുന്നു. തക്ക സമയത്ത് ഞാൻ രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചതുകൊണ്ട് മാത്രമാണ് ഇതിലും വലിയൊരു അപകടം ഒഴിവാക്കാൻ സാധിച്ചത്. കുട്ടികളും ടീച്ചറും എല്ലാം വല്ലാതെ ഭയപ്പെട്ടു പോയി. ഇപ്പൊ എല്ലാം ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഇയാളാണോ മോളെ നിങ്ങളെയൊക്കെ ആശുപത്രിയിലാക്കിയത്? ആൺപിള്ളേരായ ഇങ്ങനെ വേണം, നല്ല ചുറുചുറുക്കും സാമർഥ്യവും. എന്തായിരുന്നു അപകട കാരണം? അപകട കാരണം അമിത വേഗവും വണ്ടിയുടെ കാലപ്പഴക്കവും തന്നെ. അപകടം നടന്ന വാഹനത്തിൽ ടീച്ചറും ഉണ്ടായിരുന്നല്ലോ. എന്ത് പറയുന്നു അപകടത്തെ കുറിച്ച്? അപകടത്തെ പറ്റി രക്ഷാപ്രവർത്തകർ പറയുന്നത് അപകട കാരണം വാഹനത്തിന്റെ കാലപ്പഴക്കവും അമിത വേഗതയുമാണെന്നാണ്. ഇത് കാണിക്കുന്നത് സ്കൂൾ അധികൃതരുടെ അനാസ്ഥയല്ലേ? അതിപ്പോ അതെ, അപകടത്തിന്റെ കാരണം സ്കൂൾ അധികൃതരുടെ അനാസ്ഥയെന്ന് അധ്യാപികയും. സംഭവം വിവാദത്തിലേക്ക്. ഹലോ മാം. യെസ് മാം. അല്ല മാം. ഹലോ മാം. എന്താ മോളെ? നല്ല മിടുക്കം പയ്യൻ, ഒറ്റ ദിവസം കൊണ്ടേ പണി കളഞ്ഞു തന്നു. പപ്പേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താടാ? ഇന്നലെ ആക്സിഡന്റ് നടന്ന സമയത്ത് ഒരു വണ്ടിക്ക് വേണ്ടി ഞാൻ എത്ര ബുദ്ധിമുട്ടെന്നറിയോ? എല്ലാവർക്കും നിർത്താൻ മടിയാ. നമുക്ക് ഈ വണ്ടി ഒരു പ്രൈവറ്റ് ആംബുലൻസ് ആക്കി മാറ്റിയാലോ? 24 മണിക്കൂറും സർവീസ് ഉള്ള ഒരു ആംബുലൻസ്. നമുക്കൊരു വരുമാനവും മറ്റുള്ളവർക്കൊരു സഹായവും. സംഭവം കൊള്ളാം. ഈ കോളനിയിലും അടുത്തെങ്കിലും ആംബുലൻസ് ഇല്ല. പക്ഷെ അതിനൊക്കെ ചില ഫോർമാലിറ്റീസ് ഇല്ലേ? അതൊക്കെ ഞാൻ ശരിയാക്കാന്നേ. പപ്പേട്ടൻ ഓക്കെ ആണോ? ഹലോ, നീ ഓക്കെ ആണെങ്കിൽ ഞാൻ ഡബിൾ ഓക്കെ. അത്രേ ഉള്ളൂ. ഈ ആഴ്ച എനിക്ക് വരാൻ പറ്റില്ല. മന്ദന്റെ സെയിൽസിന്റെ നല്ല തിരക്കാ. മോളെയും കൊണ്ട് നീ ഹോസ്പിറ്റലിൽ പോയാൽ മതി. ഒരു ഓട്ടോ എടുത്ത് പൊക്കോ. നീ വെറുതെ ദേഷ്യം പിടിപ്പിക്കില്ല. ആ വിളിച്ച അവന്റെ ഭാര്യ. എങ്ങനെ അറിയാം? എല്ലാ ഭർത്താക്കന്മാരും ഭാര്യയോട് സംസാരിക്കുന്ന ഒരേ ടൂണില്ല. കണ്ണോടൊപ്പം കണ്ണിന്റെ വില അറിയില്ല. ഈ ആംബുലൻസ് ഒന്നും ശരിയാവില്ല. ഈ വണ്ടിയുടെ എല്ലാം മാറിക്കിടക്കാൻ തോന്നുന്നു. ബ്രേക്ക് ചവിട്ടുമ്പോഴാണ് സ്പീഡ് കൂടുന്നത്. അപ്പൊ നമ്മുടെ ബിസിനസ് കലക്കും. ഈ വണ്ടി തന്നെ ഇടിക്കുന്നു, ഈ വണ്ടി തന്നെ കൊണ്ടുപോകുന്നു. ബിസി ആയല്ലോ. ഓക്കെ മോളെ. പിന്നെ ഏതാ ഡ്രസ്? ഓ, അത് വേണ്ട. ജീൻസും ടീഷർട്ടും, ദാറ്റ്സ് ബെറ്റർ. പിന്നെ അതാ സൗകര്യം. അത് അവന്റെ കാമുകിയ. ഡ്യുവൽ സിം. ഡോക്ടറാണല്ലോ. കഴിക്കേ. പിന്നെ എന്തായി കാര്യങ്ങൾ? പുതിയ പരിപാടി എന്തെങ്കിലും ഫിക്സ് ചെയ്തോ? പുതിയ പരിപാടി എന്ന് പറയാൻ മാത്രം ഒന്നുമില്ല. ഞങ്ങള് പപ്പേട്ടന്റെ വാൻ ഒരു ആംബുലൻസ് ആക്കി മാറ്റിയാലോ എന്ന് ആലോചിക്കുക. അതൊരു സർവീസും കൂടെ ആണല്ലോ ഡോക്ടർ. ഗുഡ്, നല്ല ആശയമാണ്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ചാരിറ്റി. സോ വിഷ്ണു ഇസ് ഫിക്സ്ഡ്. വാട്ട് അബൌട്ട് യു ടു? ഞങ്ങള് 3 പേരും കൂടിയാണ് എല്ലാം. അതിന് ആംബുലൻസ് ഓടിക്കാൻ ഒരാൾ പോരെ? അതല്ല, ഒരുമിച്ചാകുമ്പോ എപ്പോഴും ഞങ്ങൾക്ക് വേറെ ഔട്ട്ലെറ്റിൽ നിന്ന് ഡോക്ടർക്ക് അറിയാമല്ലോ. നിങ്ങൾ 3 പേർക്ക് ഒരുമിച്ച് ചെയ്യാവുന്ന വലിയ റിസ്ക് ഒന്നുമില്ലാത്ത ഒരു പ്രോജക്റ്റ് ഉണ്ട്. എന്റെ കസിൻ മറിയ നടത്തിക്കൊണ്ടിരുന്ന ഒരു പ്ലേ സ്കൂൾ ഉണ്ട്. വലിയ ലാഭമൊന്നും പ്രതീക്ഷിച്ചല്ല, ജസ്റ്റ് ലൈക്ക് സർവീസ്. ഒരു സ്കോളർഷിപ്പ് കിട്ടി അവൾ സ്റ്റേറ്റ്സിലേക്ക് അങ്ങ് പോയി. തിരിച്ചു വരുന്നത് വരെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ആരെങ്കിലും കിട്ടുമോ എന്ന് ചോദിച്ചു. ലാഭത്തിന് വേണ്ടി അല്ലാത്തത് കൊണ്ട് ആർക്കും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. നിങ്ങളെപ്പറ്റി ഞാൻ മറിയോട് സംസാരിച്ചു. ഷീസ് ഓക്കെ. നിങ്ങൾ എന്ത് പറയുന്നു? ഈ പ്ലേ സ്കൂൾ എന്നൊക്കെ പറയുമ്പോ ചെറിയ കുട്ടികളല്ലേ ഡോക്ടർ? അത് സി വിഷ്ണു, നമ്മൾക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടുന്നത് കുട്ടികളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴാണ്. Am I right? സംഭവം കൊള്ളാം, എനിക്കിഷ്ടമായി. പക്ഷേ സ്പെഷ്യൽ ട്രെയിനിങ് ഇല്ലാതെ നമ്മൾ കുട്ടികളെ എങ്ങനെ മാനേജ് ചെയ്യും? അവിടെ നേരത്തെ ഒരു ടീച്ചറും കെയർ ടേക്കറും ഉണ്ടായിരുന്നു. അവർ തന്നെ കിട്ടുമെന്ന് നോക്കാം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പറ. ഞാൻ ഓക്കെയാണ്. പപ്പേട്ടൻ ഓക്കെ ആണെങ്കിൽ ഞാൻ ഡബിൾ ഓക്കെ. അല്ല, ഞാൻ അവനൊന്നിനും ഓക്കെ അല്ല. ഈ കസിന് ബാർ അങ്ങനെ ഒന്നും ഇല്ല അല്ലേ? You are a very interesting character, Louis. I really like you. വളരെ സന്തോഷം. അയ്യോ, എന്റെ പൊന്നുമക്കളെ അടിക്കില്ലടാ. എന്താടാ
ഈ പിശാചുക്കൾ എവിടെയെങ്കിലും കൊണ്ട് കളയട്ടോ. വിഷ്ണു എവിടെന്നെങ്കിലും ഒരു ടീച്ചറെ സംഘടിപ്പിച്ച് കൊണ്ടുവരട്ടെ. അതുവരെ ക്ഷമിക്ക്. അങ്കിളെ അങ്കിളെ എനിക്ക് അപ്പി പോണം. അപ്പി പോകണം. കൊണ്ടുപോടാ. ഇവിടെ ഞാൻ തന്നെ പോവാറില്ല. അയ്യോ. ഒരു പി ഗോപിനാഥൻ. ലെഫ്റ്റ് തിരിഞ്ഞ് രണ്ടാമത്തെ വീട്. ഓ താങ്ക് യു. നോ മെൻഷൻ. ആംബുലൻസ് ഗോപിനാഥൻ. സെറ്റപ്പ് കൊള്ളാം. വേണ്ട, ജാടയാന്ന് വിചാരിക്കും. ആരാ? ഈ ഗോപിനാഥൻ സാറിന്റെ വീടല്ലേ? അതെ. അന്ന് വാൻ മറിഞ്ഞപ്പോ കുട്ടികളെ ഞങ്ങള് ടിവിയിൽ കണ്ടിരുന്നു. മോനിരിക്കെ, ഞാൻ വിളിക്കാം. ശരി. വേണ്ട, ഐശ്വര്യമായിട്ട് വലതുകാല് വെച്ച് തന്നെ കയറാം. കൊള്ളാം, നല്ല അടുക്കും ചിട്ടയും. എല്ലാം ഒന്ന് അലങ്കോലമാക്കണം. എനിക്ക് വയ്യ. അല്ലേ, വേണ്ട. ആരാ മനസ്സിലായില്ലല്ലോ. ഞാൻ വിഷ്ണു. എന്താ വന്നേ? ഞങ്ങള് പ്രൈവറ്റ് ആയിട്ടൊരു ആംബുലൻസ് സർവീസ് നടത്തുന്നുണ്ടേ. കൂട്ടത്തില് അതിനിവിടെ ആർക്കും ഒന്നും സംഭവിച്ചില്ലല്ലോ. അയ്യോ, അതുകൊണ്ടല്ല, ഈ അപകടത്തിൽപ്പെടുന്നവരെ പെട്ടെന്ന് സഹായിക്കാൻ വേണ്ടി ലൈക്ക് സോഷ്യൽ സർവീസ്. ഇപ്പൊ കുടിച്ചല്ലേ ഉള്ളൂ, കുറച്ച് കഴിയട്ടെ. ഒരു അറ്റാക്ക് കഴിഞ്ഞതേ ഉള്ളൂ. എക്സ് മിലിറ്ററിയാ. ആ മോന്റെ കാര്യം ഞങ്ങളോട് ഇടയ്ക്കിടയ്ക്ക് പറയും. ആ വണ്ടി മറിഞ്ഞ സമയത്ത് സഹായിക്കാൻ തോന്നിയല്ലോ. അങ്ങനെയൊന്നുമില്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ സഹായം ചെയ്തോണ്ടേയിരിക്കും. സഹായിച്ചൊരു പണി കളഞ്ഞല്ലോ. നിങ്ങളൊന്നും മിണ്ടാതിരിക്കേ. സ്കൂളിനെതിരെ പറഞ്ഞൊന്നും പറഞ്ഞ് ലക്ഷ്മി അവര് പറഞ്ഞു വിട്ടു മോനെ. നന്നായി. അയ്യോ, 10,000 രൂപ കിട്ടിക്കൊണ്ടിരുന്നത് പോയത് നന്നായിരുന്നോ? അതല്ല, വേറൊരു ജോലിക്കാരും പറയാനാ ഞാൻ വന്നതേ. വേറെന്ത് ജോലി? ഞങ്ങള് പുതിയൊരു ഡേ കെയർ തുടങ്ങിയിട്ടുണ്ട്, ലൈക്ക് എ സോഷ്യൽ സർവീസ്. അവിടെ ഒരു ടീച്ചറിന്റെ ഒഴിവുണ്ട്. ഇവിടുത്തെ കുട്ടിക്ക് വേണമെങ്കിൽ അവിടെ ജോയിൻ ചെയ്യാം. ശമ്പളവും മറ്റു ഡീറ്റെയിൽസും ഇതിനകത്തുണ്ട്, കൊടുത്തോളൂ. മോളകത്തുണ്ട്, വിളിക്കാം. നേരിട്ട് കൊടുക്കാല്ലോ. ഹേയ്, അങ്ങനൊന്നുമില്ല, എന്നാലും വിളിച്ചോളൂ. ലക്ഷ്മി, നിനക്കൊരു ജോലിക്കാരിയായിട്ട് വന്നതാ. താങ്ക്സ്. കുട്ടിയുടെ നമ്പർ ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടിയേ. വിരോധമില്ലെങ്കിൽ. എന്ത് വിരോധം? നോട്ട് ചെയ്തോളൂ. പറഞ്ഞു. 989590 9850 എന്റെ നമ്പറാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ആയിക്കോട്ടെ, എന്നാ ഞാനങ്ങോട്ട്. ഒന്ന് മാറിയാൻ പറ്റിയത്. ബോഡിയുടെ 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 ബോഡി ബോഡിയല്ല, തനിക്കത് എന്തിന്റെ സുഖമാണോ? അപ്പൊ ഗോപിയേട്ടൻ യശശരീരനായില്ലേ? പിന്നെന്താണ് ഈ ആംബുലൻസ് കൊണ്ടുവന്നേക്കണത്? സോറി, തിരക്കിനിടയിൽ കാർ എടുക്കാൻ വിട്ടുപോയി. അതാ. ശരി, എന്നാ ഓക്കെ.
ചേച്ചി ഇതും കൂടെ കൊണ്ടുവക്കോ. വേണ്ട, ചേട്ടൻ തന്നെ വെച്ചോ. പിരിപിടുത്ത കാശ് പോയി. ഇനി എന്ത് കാണാൻ നിക്കാ? പോയിക്കൂടെ എല്ലാവർക്കും? പോ എല്ലാരും പോ. മോനെ, ഇത് ടീച്ചറിന്റെ കൈ കൊണ്ട് കൊടുക്കണം. എന്നിട്ട് അങ്കിള് തന്നാന്ന് പറയണം കേട്ടോ. ശരി മരേ, ഇതെന്ത് ഇത്? ഒരു സാധനം കൊടുത്തു വിട്ടിരുന്നു, കിട്ടിയില്ലേ? എന്ത് സാധനം? പ്ലേ സ്കൂളും ആംബുലൻസും എല്ലാം കൂടെ വട്ടായോ? ഒന്നും കിട്ടിയില്ലേ? ഇല്ല മാഷെ. കിട്ടിയില്ലേ? നിന്നോട് ഞാൻ ഈ പൂ ടീച്ചർക്ക് കൊടുക്കാനല്ല പറഞ്ഞത്. അയ്യടാ, ഒരു കാമുകി പൂ മേടിക്കാൻ പറ്റിയ പ്രായോ. അല്ല, ഈ പൂവ് ഞാനല്ല, ഇവരിങ്ങനെ ഈ കടുകേത് പാത്രത്തിലാ? രണ്ടാമത്തെ തട്ടൽ ചോന്ന പാത്രത്തിൽ പറഞ്ഞാ പോരെ. വീണ്ടും വീണ്ടും എണ്ണ കാശ് ഇരട്ടിക്കാനൊന്നും പോകുന്നില്ല എന്റെ പപ്പേട്ടാ. അത് ഈ ബാങ്ക് ജോലിക്കാരുടെ ഒരു കുഴപ്പമാ. തെറ്റിയോ എന്ന് സംശയം. ഈ മല്ലിപ്പൊടി എവിടെ പപ്പേട്ടാ? പിന്നെ തെറ്റിച്ചു. അവിടെ കാണുമെന്നേ. ഇയാളെന്താ അംബാനിയുടെ കണക്കണ്ട? അധികം ചൂടാണ്ട, ഇനി വെളിച്ചെണ്ണയ്ക്ക് വരെ മണ്ണെണ്ണ വിലോട് ചോദിക്കും. ഹലോ, എങ്ങനെ പോണു കാര്യങ്ങൾ? ആർ യു ഹാപ്പി? പിന്നെ വേറെ ആരുണ്ട് കൂടെ? ഓ, ചെയർമാൻ ഉണ്ടോ? ഒന്ന് കൊടുത്തേ. ശരി ശരി, ചെയർമാൻ കൊടുക്കാൻ. ഡോക്ടറാ. ഹലോ സാർ, നന്നായി പോകുന്നു. ഈ മാസം കുഴപ്പമില്ല. എല്ലാം കഴിഞ്ഞ് 10,000 രൂപ മെച്ചമുണ്ട്. വെരി ഗുഡ്. ഒന്ന് ഫ്രീ ആവുമ്പോ ഞാൻ അങ്ങോട്ട് ഇറങ്ങാം. ഓക്കെ ഓക്കെ, ഗുഡ് നൈറ്റ്. പാവം മനുഷ്യൻ, എന്തൊക്കെ ഉണ്ടായിട്ട് എന്താ? ഭാര്യ ഒരിടത്ത്, മോൻ ഹോസ്റ്റലില്, ഒന്ന് കാണാൻ പോലും പറ്റില്ല. ഏയ് സില്ലി പപ്പൻസ്. നാളെ നീ ബാങ്കിൽ പോയി നിന്റെ പേരിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ടൗൺ ബ്രാഞ്ചിലെ രാജനെ വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫോർമാലിറ്റീസ് ഒക്കെ അവർ ചെയ്തോളും. എന്തിനാ ഇപ്പൊ എനിക്കൊരു അക്കൗണ്ട് വേണം? നീ ഒന്ന് സെറ്റിൽ ചെയ്യേണ്ട സമയമായി വരുന്നു. ഓ പിന്നെ സെറ്റില്. ഞാൻ പറഞ്ഞില്ലേ നീ സെറ്റിൽ ചെയ്യേണ്ട സമയമായെന്ന്. കറി കലക്കും. കുറച്ച് ഗ്രേസ് കൊടുത്തിട്ടാലോ? എന്നാ പിന്നെ ആദ്യം ഈ തുറപ്പിനെ സെറ്റിൽ ചെയ്യേണ്ടത്. എപ്പോഴാണ് ഭിത്തി തുറന്ന് അപ്പുറത്തെ ഫ്ലാറ്റിൽ എത്താന്ന് അറിയില്ല. കാണുന്നുണ്ട്. ഡ്രൈവിംഗ് സ്കൂളിൽ പോകാനുള്ള ആഹ്ലാദവും വെറുതെ ഓരോന്ന്. പിന്നെ ഇവിടെ ഉള്ളമാരൊക്കെ പൊട്ടന്മാരല്ലേ. തുരന്ന് 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 ചെല്ലാൻ ഒറ്റ ഫ്ലാറ്റുകളിൽ പോടാ.
അതെന്റെ ഹാപ്പി ബർത്ത്ഡേ. എന്തിനാ? കേക്ക് മുറിക്കണം, മെഴുകുതിരി എത്തിക്കണം, പിന്നെ ചീറ്റിപ്പോയി. ഒന്ന് വേഗമാകട്ടെ വിഷ്ണു. ലേറ്റ് ആയ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ചവിട്ടിട്ട് പോണ്ടേ, ഇതാ ഇന്ന് മാക്സിമം. നിങ്ങൾ രണ്ടുപേരും കോളം ഉണ്ടാക്കുന്നത്, എളുപ്പം പോ. നിങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങിയാലോ? ഞാൻ എത്തിച്ചോളാം, മിണ്ടായിരിക്കും. ആള് കൂടിയിട്ടുണ്ടല്ലോ. ഏതായാലും ഞാൻ കറക്റ്റ് സമയത്ത് തന്നെ എത്തിച്ചു. ഭാഗ്യം. ഒരു മിനിറ്റ്, വേറെ ആർക്കല്ലോ ഒരു പേഷ്യന്റിന് കൊടുക്കാൻ വേണ്ടിട്ടാ. ബാറിലാണെങ്കിൽ ഇരട്ടി വില, ഇവിടെയാണെങ്കിൽ മുടിഞ്ഞ ക്യൂ. ഇതിനൊരു ATM സിസ്റ്റം വേണം. ATM? എനി ടൈം മദ്യം. ഓ, അടുത്ത ATM വന്നു. എനി ടൈം മഴ. ഒമ്മേ, പൂർത്തിയായി. ഇത് നമ്മുടെ ഡോക്ടറിന്റെ വണ്ടിയല്ലേ? അതെ, അത് തന്നെ. നോക്ക്, മഴയത്ത് ഞാൻ തന്നെ ഉണ്ടാക്കണം അല്ലേ? ഡോക്ടർ, 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 പപ്പന്റെ കൂടെ ഇരിക്കെ. എന്തോ ഡോറ് കൊടുക്ക. ഡോക്ടർ, ഡോക്ടർ, ഇപ്പൊ എങ്ങനെയുണ്ട് ഡോക്ടർ? നത്തിങ് ടു വറി, ഈസ് ഓക്കെ. ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പോവാം. കയറി കണ്ടോളൂ. താങ്ക്സ്. എനിക്കെന്താ, കിടന്നോളൂ. ഞാൻ കാരണം വലിയ ബുദ്ധിമുട്ടായില്ലേ? ഏയ്, എന്താ സാർ ഇത്? വല്ലാതെ ഡൗൺ ആയിപ്പോയി ഞാൻ. വളരെ കുറച്ചു പേരുടെ മുന്നിൽ മാത്രമേ ഈ മുഖംമൂടിയില്ലാതെ സംസാരിക്കാനും പെരുമാറാനൊക്കെ കഴിയൂ. അതാ ഞാൻ നിങ്ങളെ കാണാൻ വന്നത്. എന്താ സാർ പെട്ടെന്നൊരു ടെൻഷൻ? പെട്ടെന്നുണ്ടായ ടെൻഷൻ അല്ലടോ. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഭാര്യയുമായിട്ടുള്ള ഡൈവേഴ്സ് കേസ്. അതിപ്പോ ഒരു ഫൈനൽ സ്റ്റേജിലാ. കേസ് ജയിക്കുന്നതും തോൽക്കുന്നതും അല്ല, പക്ഷെ ഞങ്ങൾ തമ്മിലുള്ള മത്സരത്തില് ആരുടെ കൂടെ നിൽക്കണമെന്ന് അറിയാത്ത ഒരാളുണ്ട്. എന്റെ മകൻ, മൈ ലവ്, എന്റെ മാത്തുണ്ണി. ജീവിതത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടെന്ന് തോന്നുന്നത് വല്ലപ്പോഴും അവനെ കാണുമ്പോഴാ. അതും കൂടി നഷ്ടപ്പെട്ടാ പിന്നെ സർ പ്ലീസ്. ഏയ്, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ഐ ആം ഓൾ റൈറ്റ്. എന്നാ പിന്നെ ഇനി നിങ്ങൾ ലേറ്റ് ആക്കണ്ട. രാത്രി മുഴുവൻ ഉറക്കൊഴിച്ചതല്ലേ? ഇല്ല, അത് കുഴപ്പമില്ല. ഞങ്ങള് എന്ത് പണിയാ ഡോക്ടർ കാണിച്ചത്? ആ സമയത്ത് ഇവരെത്തിയില്ലായിരുന്നെങ്കിൽ എന്തായാലും. അത് പിന്നെ കേസിന്റെ കാര്യം ഓർത്തിട്ടുള്ള ഒരു ടെൻഷനിൽ. പിന്നെ ടെൻഷൻ വരുമ്പോ ആളുകൾ ഡിപ്രഷന്റെ ഗുളികം കഴിച്ച് രാത്രി കാർ ഓടിച്ച് നടക്കല്ലേ? ലീവ് ഇറ്റ് മാൻ. ഒന്നും സംഭവിച്ചില്ലല്ലോ. ഒന്നും സംഭവിച്ചില്ല. ഇന്നത്തെ പത്രങ്ങളുടെ ഫ്രണ്ട് പേജിൽ 4 കോളം വാർത്ത വന്നേനെ. പ്രശസ്ത ഡോക്ടർ ഐസക് സാമുവൽ കാറിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ. കാരണം വിവാഹ ജീവിതത്തിലെ താളപ്പിഴ. ഓക്കെ, വാട്ട് അബൌട്ട് ദ കേസ്? ഈ മാസം 20 കേസിന്റെ വിധി. എനി ഹോപ്പ്? കുട്ടിയെ അമ്മയോടൊപ്പം വിടാനേ കോടതി തീരുമാനിക്കൂ. കേസ് വിധിയായാൽ മാത്തുണ്ണിയുമായി സ്റ്റേറ്റ്സിലേക്ക് പോകാൻ അവരുടെ തീരുമാനം. നമുക്കൊന്ന് കോംപ്രമൈസിന് ശ്രമിച്ചാലോ സാറേ? ആ, ആളുകളുടെ പണവും പദവിയും ഒക്കെ കൂടുന്തോറും വിട്ടുവീഴ്ചകൾക്കുള്ള സാധ്യതയും കുറയും. പിന്നെ ഒരു വഴിയുണ്ട്, കുറച്ച് റിസ്കാ. നടന്നാൽ കേസ് നമുക്ക് നീട്ടിക്കൊണ്ടുപോകാം. കേസിന്റെ ദിവസം കുട്ടി കോടതിയിൽ ഹാജരാകരുത്. What do you mean? യെസ്, അവൻ നമ്മുടെ അടുത്തുണ്ടാവണം. കുട്ടിയെ കോടതിയിൽ ഹാജരാക്കാൻ നമ്മൾ ആവശ്യപ്പെടും. അതിന് കഴിയാതെ വന്നാൽ കുട്ടി അമ്മയുടെ കയ്യിൽ സുരക്ഷിതനല്ല എന്നുള്ള നമ്മുടെ വാദത്തിന് ബലം കൂടും. കേസ് നമുക്ക് നീട്ടിക്കൊണ്ടുപോകാം. അതെനിക്ക് വിട്. ബട്ട് ഹൗ?
കോടതി അനുവദിക്കുന്ന സമയത്തല്ലാതെ എനിക്ക് അവനെ കാണാനോ സംസാരിക്കാനോ കഴിയില്ലല്ലോ. അതിന് സാറ് തന്നെ പോണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. തന്നെയുമല്ല, സാറാണ് അതിന്റെ പിന്നിലെന്ന് ആരും അറിയാനും പാടില്ല. നമുക്ക് വിശ്വസിക്കാവുന്ന ആരെങ്കിലും മോനെ കുറച്ചു ദിവസം മാറ്റി നിർത്തണം. സാറ് പറയുന്ന സ്ഥലത്ത് മകനെ ഞങ്ങൾ എത്തിച്ചേരാം. ഏയ്, അതൊന്നും വേണ്ട. അതൊന്നും ശരിയാവില്ല. എന്റെ പ്രശ്നത്തിൽ ഇടപെട്ടിട്ട് നിങ്ങൾ വെറുതെ വേണ്ട വേണ്ട, വരുന്നത് പോലെ വരട്ടെ. ഐ എം പ്രിപ്പയർഡ് ഫോർ എനിത്തിങ്. വേണം സാർ. ഇതേ സിറ്റുവേഷൻ ഫേസ് ചെയ്ത ആളാണ് ഞാൻ. സാറിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. ഒരു വിഷമം വന്നപ്പോ സാറ് ഞങ്ങളുടെ അടുത്തേക്കല്ല വന്നത്. അത് ഞങ്ങളോടുള്ള വിശ്വാസം കൊണ്ടല്ലേ. സാറ് മോന്റെ ഫോട്ടോയും ഡീറ്റെയിൽസും എത്തിക്കേണ്ട സ്ഥലവും മാത്രം പറഞ്ഞാൽ മതി. കേസും കാര്യങ്ങളും തീരുന്നവരെ മകനെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. വരാനെന്തെങ്കിലും മടി കാണിച്ച് ഇതങ്ങ് മണപ്പിച്ചേക്കും. ഇതെവിടെ പോണത്? I want to see the principal. Purpose? Purpose? You want to know purpose? He wants to know the purpose. There are many purposes. Keynesian economics, deficit financing. Is coconut water good for your daughter? Plenty of things, you know. And banana boats. And also, and do you keep double books and double standards and row the banana boats all night long? There are plenty of things I want to know. That's all. ഇതേത് രാജ്യത്തെ ഇംഗ്ലീഷാണാവൂ? നോക്കാം. ഞാനും പഴയ പോസ്റ്റ് ഗ്രാജുവേറ്റാ. ഇവിടെ ഒരു ജോലിക്ക് ശ്രമിക്കാവുന്നതാണ്. എന്നിട്ട് എന്തിനാ പിള്ളേരടക്കുന്ന ഫീസ് എടുത്ത് വല്ല ടീച്ചർമാർക്കും കൊടുക്കാനോ? അതെ, നമുക്ക് ആദ്യം കൊച്ചിനെ തപ്പാം. പപ്പേട്ടൻ ആ വഴിക്ക്, ഞാൻ ഈ വഴിക്ക്. ഓക്കെ, ഓ. ഏയ് മാത്തുണ്ണി, ഹായ് അങ്കിൾ. എന്റെ പെറ്റ് നെയിം എങ്ങനെ അറിയാം? അതൊക്കെ അറിയാം. പറ അങ്കിൾ, കം ഓൺ പ്ലീസ്. ഒന്ന് ഗസ് ചെയ്ത് നോക്ക്. മൈ ഡാഡ്സ് ന്യൂ അഡ്വക്കേറ്റ്? അല്ല. എങ്കിൽ മമ്മയുടെ. ഓക്കെ, മാത്തുണ്ണി എന്താ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നേ? സി അങ്കിൾ, എല്ലാവരുടെയും പാരന്റ്സ് കൊണ്ടുപോകാൻ വന്നു, എനിക്ക് മാത്രം ആരും വന്നില്ല. അത് ഡാഡിക്ക് വരാൻ പറ്റാത്തോണ്ടല്ലേ. അതെങ്ങനെ അങ്കിളിന് അറിയാം? അങ്കിളാണ് ഡാഡിയുടെ പുതിയ ഡ്രൈവർ. ഞാൻ മാത്തുണ്ണിയെ പപ്പയുടെയും മമ്മിയുടെ അടുത്ത് കൊണ്ടുപോകുന്നു. ഓക്കെ, അപ്പ അവരുടെ വഴക്കോ? ഫിനിഷ്ഡ്. പിന്നെ ടീച്ചർമാരറിഞ്ഞാ മാത്തുണ്ണിയെ എന്റെ കൂടെ വിടത്തില്ല. അങ്കിള് പുതിയ ആളല്ലേ, അവർക്ക് പരിചയമില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് അവരാരും കാണാതെ വേഗം അങ്ങ് പോവാം. ചെറിയ വ്യത്യാസമുണ്ട്. ഒമ്നി ഡബ്ല്യു എന്ന് പറയും. പപ്പേട്ടോ,
ഹായ് നല്ല മുടി ഈ അങ്കിളുടെ പേരെന്തോ അങ്കിളെ? ലൂയി ലൂയി ലൂയിന്ന് മാത്രമേ ഉള്ളൂ? എന്താ പോരെ? ഏയ് ലൂയി, ലൂയിച്ചൻ, ലൂയി 11 അങ്ങനെ നീളും. പുറപ്പെടുമ്പോ വിളിക്കാനാ വക്കീല് പറഞ്ഞ. വിളിച്ചോ? ഹലോ, ആ സാർ ഞങ്ങൾ പുറപ്പെട്ടു. ആ കൃഷ്ണഗിരി. ഓക്കെ, ആളുണ്ടാവോ? ശരി ശരി. ആ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ വിളിക്കാം. ഓക്കെ സാർ. ഫുഡ് ഉണ്ടോ? ഫുഡ് കൃഷ്ണഗിരി അല്ലേ? അപ്പൊ നേരെ കൃഷ്ണഗിരി. ഇറങ്ങ. കൊള്ളാലോ സെറ്റപ്പ്. നല്ല ആൽക്കഹോളിക് ക്ലൈമറ്റ്, അടിപൊളി. ഹായ് ലേക്ക്. വുഡ് ഹൗസ്. ഇത് ആരുടെ വീടാ അങ്കിളെ? മാത്തുണ്ണിയുടെ. റിയലി? ആ നമ്മൾ ഇവിടെ അല്ലേ വെക്കേഷൻ അടിച്ച് പൊളിക്കാൻ പോകുന്നേ. അങ്കിൾ ഇങ്ങോട്ട് വാ അങ്കിൾ, ഇവിടെ നല്ല രസമുണ്ട്. ഒരാൾ ഇവിടെ കാണുന്നല്ലേ വക്കീല് പറഞ്ഞത്. ഹലോ ഹലോ, ആരുമില്ലേ? ഹലോ, ഒരു ചേഞ്ചിന് ചവിട്ടി പൊളിച്ചാലോ? കുറെ കാലമല്ലേ ചവിട്ടി പൊളിച്ചിട്ട്. ഇക്കണക്കിന് ഇയാള് ഫസ്റ്റ് നൈറ്റ് വാതിലും ചവിട്ടി പൊളിച്ചായിരിക്കുമല്ലോ എൻട്രി. ഇൻട്രൊഡക്ഷൻ കിടക്കണ്ട മോനെ. ഇൻട്രൊഡക്ഷനെ കിടക്കാവൂ. പൊളിക്കട്ടെ. ഓ ഓക്കെ. ഹായ് ബഡീസ്. വാട്ട് എ പിറ്റി ബഡീസ്. എത്ര നേരം ഈ പോസ്റ്റം പിടിച്ചേക്കുന്നത്? എന്താ എന്റെ പേര്? സുരേഷ്. കടവുൾ സുരേഷ്. എന്താടാ? പി ഡി സുരേഷ് കുമാർ, സുരേഷ് ഭവനം, മാങ്ങവഴി, പി ഒ, വെട്ടിയാർ, അച്ഛൻ ദാമോദരൻ, അമ്മ തങ്കമണി, ഭാഗത്തിന് പെങ്ങന്മാരില്ല. ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത് വരെ നീ വെറും സുരേഷ്. വല്ല ഇനിഷ്യലും ജാടകളും ഒന്നും വേണ്ട, മനസ്സിലായോ? ഓ, വണ്ടിയുടെ സാധനങ്ങൾ ഇരിപ്പുണ്ട്, എടുത്തു വെച്ചേ. ശരി. എന്നെ നിന്റെ തലയിൽ എന്താ കൈത കൊലച്ചോ? This is my style, buddy. I am very sexy and costly, you know. തിരിച്ചു പേടിപ്പിക്കാനുള്ള വിശാചേ. പോയി സാധനങ്ങൾ എടുത്തേക്ക്. കൂൾ സുരേഷ്, കൂൾ. എന്ത് ജീവിയാടാ? ആഹാ, അങ്ങോട്ട് പോയി. നല്ല പ്രായം, 6-60. പപ്പേട്ടന് പണിയായി മോനെ. പിള്ളേര് വീക്ക്നെസ് അല്ലേ, അനുഭവിക്കട്ടെ. വാ. എന്തിനാ പേടിക്കുന്നേ? ധൈര്യമായിട്ട് വാ. പ്ലീസ് മോനെ. അങ്കിൾ കം ഓൺ. പ്ലീസ് മോനെ, പ്ലീസ്. അയ്യോ ദേ മുതല. അയ്യോ മമ്മി. എടാ ഓടാ കൂറുമ്പ. വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്. തന്നെ 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 തന്നെ. കംപ്ലീറ്റ് വുഡാ. ആണല്ലേ? പ്ലാവാണോ? മാവ്. സ്പോട്ടിലെത്തിയോ?
സ്കെച്ച് ചെയ്തോ? ഇന്നത്തോടെ എല്ലാം തീരണം. ഒന്ന് കരയാൻ പോലും സമ്മതിക്കരുത്. പീസാക്കണം. ഈ കടവൾ സുരേഷ് ആരാണെന്ന് ആ പട്ടി ഇന്ന് അറിയണം. ഓക്കെ പടി, വർക്ക് കഴിഞ്ഞിട്ട് മീറ്റ് ചെയ്യാം. കൊട്ടേഷൻ ആണോടാ? കയ്യോ കാലോ? എന്താ റേറ്റ്? സ്വന്തം വർക്കാണ് പടി. ആരാ ടീം? അടുത്ത വിട്ട തോലുന്ന പട്ടി ദിവസം രാത്രി മനുഷ്യന്റെ ഓടിക്കാന്നേ. പട്ടിക്കാണോടാ കൊട്ടേഷൻ? ഹായ് കൊച്ചുപടി. എന്റെ കുടുംബാസൂത്രണം കഴിഞ്ഞു. തലക്കടിച്ചാ മതി, ഉണ്ട കയറിയതാ. ഫുഡ് റെഡി. ഇനി എന്തേലും ആവശ്യം എന്നെ വിളിച്ചാ മതി. എനിക്ക് ഇൻകമേ ഫ്രീ ആണ്. എന്റെ ഔട്ട് ഗോയിങ് എന്താണാവോ കടവുളെ. കഴിക്കാം. വാ വാ. അങ്കിൾ അല്ലെങ്കിൽ ഞാൻ ആ മുതലേനെ കൊല്ലാൻ പോവാ. ഒരു കണക്കിന് എന്റെ മോളെ പോലെ തന്നെയായവനും. അവിടെ പത്മകുമാരും ശോഭയും, ഇവിടെ ഡോക്ടർ ഐസക്കും ഭാര്യയും. കഥയെല്ലാം ഒന്നും എന്റെ. എല്ലാം ഉണ്ട്, എല്ലാരും ഉണ്ട്, പക്ഷെ ആരും ഇല്ലാത്ത അവസ്ഥ. ശരിയാ, ഒരു കുപ്പി വാങ്ങായിരുന്നു. അതിനെങ്ങനെ കുട്ടിയുടെ വാങ്ങാൻ സമ്മതിക്കണ്ടേ? ഇതൊരു മാതിരി മരുഭൂമിയിൽ ധ്യാനം കൂടെ വന്ന മാതിരി ഉടുക്കത്തെ തണുപ്പും. കൂൾ ഡൗൺ മിസ്റ്റർ ലൂയി, കൂൾ ഡൗൺ. നമ്മൾ ജീവിതത്തിൽ ഏറ്റവും കുറച്ച് ഉപയോഗിക്കുന്ന സാധനം എന്താണ്? ബുദ്ധി. അത് നീ. എടാ, കോമൺ സെൻസ്. എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചാൽ മതി എന്നല്ലേ ആ ഊള സുരേഷ് പറഞ്ഞത്. എന്തെങ്കിലും വിളിച്ചു നോക്കാം. താനായിരുന്നു. തന്റെ കാര്യം ഇപ്പൊ പറഞ്ഞോളൂ. ഒടുക്കത്തെ ആയുസ. അത് ഉറപ്പല്ലേ? എന്നെ മണ്ണിന്റെ അടി പോണ്ട മുതലാ. കുപ്പിന്റെ അച്ഛൻ പോട്ടെ, ബഡീസ് നടിച്ചു വിളിക്കട്ടെ. ആഹാ, അത് കലക്കി. തൽക്കാലം ഒരു അരമണിക്കൂർ നിർത്തി കടവുളായി. ഓക്കെ, എന്നാ തുടങ്ങല്ലേ? വരൂ ഉണ്ണി. ഞാൻ വന്നോളാം. എന്താ മാത്തു, നമുക്ക് ഉറങ്ങണ്ടേ? വാ, അകത്തേക്ക് പോ. പപ്പ ഇതുവരെ വന്നില്ലല്ലോ അങ്ങളെ. ഒന്ന് ഫോൺ വിളിച്ചാലോ? പിന്നെന്താ, വിളിക്കാലോ. ഹലോ ഹലോ സാർ, ഒരു സെക്കൻഡ് മോന്റെ കൊടുക്കാവേ. പപ്പയെ സംസാരിച്ചു. ഹലോ ഹലോ പപ്പ. ഹലോ. കട്ടായി പോയോ? അയ്യോ, മോന്റെ പപ്പായ്ക്ക് റേഞ്ച് ഇല്ലാന്ന് തോന്നുന്നു, കിട്ടുന്നില്ല. സാരമില്ലടാ, പപ്പ പെട്ടെന്ന് വരില്ലേ? വാ, നമുക്ക് ഓടിപ്പോയി ഭക്ഷണം കഴിച്ച് പെട്ടെന്ന് കിടന്നുറങ്ങി രാവിലെ കളിക്കാം. അപ്പോഴേക്കും പപ്പ വരും. ഏർലി മോർണിംഗ് തന്നെ പപ്പ വരും. അമ്മേ മഹാമായേ, എന്നെ മാത്രം കാത്തോളണേ. ആ ടൂർ പോയ 3 ഈ അടുത്ത കാലത്ത് ഒന്നും വരല്ലേ. വിരോധം ഉണ്ടായിട്ടല്ല, എനിക്ക് മുതലാളിമാരെ കാണുന്ന എന്നെ അലർജിയാ. അതിലൊരെണ്ണം മനുഷ്യന്റെ സന്തതിയാണോ ചെകുത്താന്റെ സന്തതിയാണോ എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഈശ്വര, അത് എന്തെങ്കിലും വയറ് കാണുന്നേ. ഈ കുട്ടികളെന്തെങ്കിലും കൊണ്ടുവന്നിട്ടാ നോക്കട്ടെ. ഇന്നും ക്രീം ബിസ്ക്കറ്റ് തന്നെയാ. എന്റെ മക്കളെ ക്രീം ബിസ്ക്കറ്റ് കൊണ്ടുവരില്ലെന്ന് എത്ര തവണയായി പറയുന്നു. അങ്കിൾ ഷുഗർ പിടിച്ച് ചാവും. ബിസ്ക്കറ്റിങ് ബിസ്ക്കറ്റ്. തന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കുട്ടികളുടെ സ്നാക്സ് കട്ട് തിന്നരുതെന്ന്? എന്താ, കുറച്ച് വെള്ളം എടുത്ത് കുടിക്ക്. ഇപ്പൊ തന്നെ കാറ്റ് പോയനെ. താൻ പോയി വൈകിട്ട് കുട്ടികളെ കൊണ്ടുപോകാനുള്ള വണ്ടിയുടെ കാര്യമൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യും. ഓരോരുത്തർ തോന്നി പോലെ എവിടെയെങ്കിലുമൊക്കെ പോവാ, ബുദ്ധിമുട്ട് ബാക്കിയുള്ളവർക്ക്. വിരഹദുഃഖം അതിന് എന്നോട് ചാടിത്തുന്ന കാര്യം. അതങ്ങളെ അത് പഴുത്തത്. അത് തന്നെ വലുത്. അത് ഇനിയും വേണം, പറിക്ക്. ഇത് മതിയടാ മോനെ.
ഇതെങ്ങനെയാ പൊട്ടിക്കുന്ന അങ്ങളെ? ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ പൊടിച്ച് കഴിച്ച കഴിച്ച കഴിച്ച. കുറച്ചുകൂടെ. ഇതെന്ത് ഫ്രൂട്ട് ആങ്ങളെ? ഇതാണ് പാഷൻ ഫ്രൂട്ട്. പാഷൻ എന്ന് വെച്ചാല്? പാഷൻ എന്ന് വെച്ചാ ലവ്. എന്നാ ലവ് ഫ്രൂട്ട്. കറക്റ്റ്. എന്തു പറ്റി? എന്റെ പപ്പയും മമ്മിയും വരുമ്പോ അവർക്ക് ഈ ഫ്രൂട്ട് ഞാൻ കൊറേ പറിച്ചു കൊടുക്കും. അതെന്തിനാണ്? അവർ ഇനി ഒരിക്കലും വഴക്കിടാതിരിക്കാൻ. മോൻ കൊടുത്തോടെ, എത്ര വേണമെങ്കിൽ കൊടുക്കും. അങ്കിൾക്ക് ഈ ലവ് ഫ്രൂട്ട് ആർക്കെങ്കിലും കൊടുക്കണോ? പണ്ടൊരു ലവ് ഫ്രൂട്ട് കൊടുത്തിട്ടാ അങ്കിൾ ഈ പരുവത്തിലായത്. എന്ത് പറ്റി പപ്പൻസ്? പാഷൻ ഫ്രൂട്ട് പോയ അണ്ണാനെ പോലെ. വെറുതെ ഒന്ന് പാസ് ആലോചിച്ച് പോയതാണേ. എടാ മാത്തു, നമുക്ക് ഇവിടേക്ക് ഒന്ന് കറങ്ങിട്ട് വന്നാലോ? അവന്റെ അമ്മയുടെ ആൾക്കാരും സ്കൂളുകാരും കംപ്ലൈന്റ് കൊടുത്തു കാണും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. അങ്ങനെ ഒരു കുഴപ്പമുണ്ടാവോ? കുഴപ്പമുണ്ടാവും. ഇനി അഥവാ ആരെങ്കിലും ചോദിച്ചാൽ അവൻ എന്റെ മാനാന്ന് പറഞ്ഞാൽ മതി. എന്താടാ കേൾക്കുന്നത്? അവനെ കണ്ട എന്റെ മാനാന്ന് പറയില്ലേ? അല്ല, ഈ ശർക്കര കൊണ്ട് ആരെങ്കിലും പാൽപ്പായസം ഉണ്ടാക്കൂ? അപ്പൊ ഞാൻ കറുത്താണെന്ന്? അല്ല, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ എന്നാലും നമ്മൾ ഈ അതല്ല ഞാൻ കറുത്താണെന്നാണ് നീ പറയുന്നത്. കോമഡി പറഞ്ഞതിന് സീരിയസ് ആയിട്ട് എടുത്താ പോരെ? ഒരു കമോൺ. അങ്ങനെ കാണാൻ വഴിയില്ല. ലൂയിയെ കണ്ടി ബെറ്റർ. പഞ്ചാര പാട്ടുപാടും രണ്ടോമൽ പൈങ്കിളികൾ കൂടുകൂട്ടാൻ വന്നല്ലോ താമര പൈങ്കിളികൾ. ആരാ? ഈ പത്മകുമാർ. പുള്ളിക്കാര സ്ഥലത്തില്ല. പുതിയ അഡ്മിഷന്റെ കാര്യമാണെങ്കിൽ എന്നോട് പറഞ്ഞാ മതി. ഞാനാ ഇൻചാർജ്. അയ്യോ, ഇത്ര വലിയ കുട്ടികളെയൊന്നും ഇവിടെ എടുക്കാറില്ല കേട്ടോ. ഞാൻ പത്മകുമാറിന്റെ ഭാര്യ. ഇത് മകള്. ഈശ്വര, അറിഞ്ഞില്ല കേട്ടോ. സോറി. അവിടെ ഓഫീസ്. ഞാൻ ടീച്ചറെ വിളിക്കാം. എന്തിനാടാ? എനിക്ക് കൊടുക്കാൻ. ഇനി ഒരിക്കലും ഹലോ, ഇവിടെ അപ്പൊ അങ്കിളിനോ? ഈ അച്ഛനും അമ്മയും മക്കളും ഒക്കെയുള്ള വീട് നല്ല രസമായിരിക്കും അല്ലേ പപ്പേട്ട? എന്താടാ ലൂയി? നല്ല തന്തേന്തറിലേക്കാണെങ്കിൽ കൊള്ളാം. ഇയാളോട് ചോദിച്ചാൽ എന്നെ വേണം പറയാൻ. എനിക്ക് ആരോ വാതിലെ മുട്ടുന്നു. നാളെ വന്ന് മുട്ടാൻ പറ.
എന്തൊരു കഷ്ടം. സോറി, ഉറക്കം പോയല്ലേ? ഏയ് അത് കുഴപ്പമൊന്നുമില്ല. അകത്തേക്ക് വരൂ. ചെയർമാൻ, എന്തായാലും കാര്യങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ ഭംഗിയായി നടന്നു. നാളെ തന്നെ മാത്തുണ്ണിയെ കോടതിയിൽ ഹാജരാക്കണം. താങ്ക്സ് എ ലോട്ട്. നിങ്ങൾ എനിക്ക് തിരിച്ചു തന്നത് എന്റെ ജീവിതമാണ്. താങ്ക്സ്. ഉണർത്തുന്നില്ല. രാവിലെ അവനൊരു സർപ്രൈസ് ആയിക്കോട്ടെ. നാളെ സുരേഷ് വരുമ്പോൾ ചാവി അവനെ ഏൽപ്പിച്ചാൽ മതി. പിന്നെ നിങ്ങൾ ടൗണിലെത്തിയാൽ ഉടൻ എന്നെ വിളിക്കണം. ഓ, വക്കീലും കൂടെ ഉണ്ടോ? സാർ, മാത്തുവിന്റെ ബാഗും മൗത്ത് ഓർഗനുമാ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി. ദിവസം നല്ല രസമായിരുന്നല്ലേ? ഏതായാലും എല്ലാം നന്നായി നടന്നല്ലോ. അവൻ പോയപ്പോ എന്തോ ഒരു മാതിരി. ഉറക്കം പോയി. രണ്ടെണ്ണം അടിക്കാം. വാ. പപ്പേട്ടാ, ദേ നോക്കി. Cute, strong, soft. എല്ലാം കേട്ടിയോ? അപ്പൊ ഇന്ന് മുതൽ താൻ ഫുൾ ടൈം കടവൾ സുരേഷ്. വരട്ടെ. ശരി. ഒന്ന് ചവിട്ടി വിട. ഇന്നെന്താ പാപ്പേട്ടിന് പതിവില്ലാത്തൊരു ആക്രാന്തം? ഒന്നുമില്ല, ആ കൊച്ചൊറ്റയ്ക്കല്ലേ ജയിക്കാറില്ല. ഓ, ആ മനോഹരനുള്ളതും ഇല്ലാത്തതും ഒക്കെ കണക്കാണ്. ഇങ്ങോട്ട് വരുമ്പോ ഈ ടെൻഷനൊന്നും കണ്ടില്ലല്ലോ. അതെ, പപ്പേട്ടൻ കുറെ നാൾക്ക് ശേഷം ആദ്യമായിട്ട് ഭാര്യ കാണാൻ പോലെ. അപ്പൊ ഭാര്യ ആദ്യം കാണുമ്പോ എന്തായിരിക്കും ചോദിക്കുക? ഐസക് സാർ ആണല്ലോ. ഹലോ ഹലോ ഹലോ. ഇവിടെ അങ്ങോട്ട് റേഞ്ച് കുറവായിരിക്കും. ഇവിടെ നിർത്തി തരാം. സംസാരിക്കും. ആ, ഇടയ്ക്ക് നിർത്തുന്നത് ഷുഗർ ഉള്ളവർക്ക് നല്ലതാണ്. ഓക്കേ. ഹലോ. ആ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ സാർ? യെസ്, ഗുഡ് മോർണിംഗ്. പുറപ്പെട്ടുവോ? ഓക്കെ. പിന്നെ ഞാൻ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് കരുതിയിട്ടുണ്ടായിരുന്നു. നേരിട്ട് തന്നാൽ വാങ്ങില്ലെന്നറിയാം. അതുകൊണ്ട് നിങ്ങളുടെ വണ്ടിയുടെ ഡാഷ്ബോർഡിൽ വെച്ചിട്ടുണ്ട്. ഹേയ്, ഗിഫ്റ്റിന്റെ ഒന്നും ആവശ്യമില്ല സാർ. വേണം. എന്നെ ഇത്രയും സഹായിച്ചവരല്ലേ. നിങ്ങളെ വെറും കൈയോടെ വിടുന്നത് ഒട്ടും ശരിയല്ല. സോ എ പ്ലസന്റ് സർപ്രൈസ് ഫോർ യു. എന്താ പറഞ്ഞു? അല്ല, ഐസക് സാറ് നമുക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് വണ്ടിക്കകത്ത് വെച്ചിട്ടുണ്ടെന്ന്. കാശ് വല്ലതും ആണെങ്കിൽ തിരിച്ചു കൊടുത്തേക്കാം. നമ്മൾ അതിനു വേണ്ടിയല്ലോ ഇത് ചെയ്തത്. ഏയ്, വല്ല കുപ്പിയൊക്കെ ആയിരിക്കും. വാ. എടാ, കുപ്പിയല്ല.
ക്യാഷാ? ഇതാരൊക്കെയത്? ഇതാണ് ഗിഫ്റ്റ്. നീ സാറിനെ ഒന്ന് വിളിച്ചേ. സ്പീക്കർ ഡോക്ടർ ഐസക്. സാറേ, വിഷ്ണുവാണ്. ഈ മാത്തുണ്ണിയോടൊപ്പം ഫോട്ടോയിലുള്ളത് ആരാണ്? എന്തൊരു വിഡ്ഢി ചോദ്യമാണ് മിസ്റ്റർ വിഷ്ണു. കുട്ടിയുടെ ഒപ്പം ഉള്ളത് അവന്റെ മാതാപിതാക്കൾ. കോടിക്കണക്കിന് രൂപ ആസ്തിയുള്ള പോൾ ഇൻവെസ്റ്റ്മെന്റ്സിന്റെ ഡയറക്ടർമാരായ മാത്യു പോളും ദീന പോളും. അപ്പോ മാത്തുണ്ണി സാറിന്റെ ആരാ? എന്റെ ആരാ എന്നുള്ളതല്ല, നിങ്ങളിപ്പോൾ ആരാ എന്നുള്ളതാണ്. സ്കൂളിൽ നിന്നൊരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ദിവസങ്ങളോളം ആരും അറിയാതെ താമസിപ്പിച്ച നിങ്ങൾ ആരാണ്? Shall I call you kidnappers? എന്താ നമ്മുടെ ഉദ്ദേശം? എന്തിനാ ഞങ്ങളെ കൊണ്ട് വിഡ്ഢിവേഷം കെട്ടിച്ചത്? വേഷം കെട്ടുക എന്നുള്ളത് വിഡ്ഢികളുടെ യോഗം. തൽക്കാലം നിങ്ങളിപ്പോ സേഫാണ്. നിങ്ങളുടെ പിന്നാലെ മാത്യു പോളും പോലീസും പത്രക്കാരും ആരും തന്നെ ഇല്ല. നിങ്ങളുടെ സുഹൃത്ത് ഈ ഐസക് സാമുവൽ മാത്രം. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കും. എനിക്ക് വേണ്ടി നിങ്ങൾ സംസാരിക്കും. ഒരുമാതിരി വേഷം കെട്ടെടുക്കല്ലേ? ഞങ്ങളെ ശരിക്കും എനിക്ക് അറിയില്ല. ഹേ, കൂൾ ഡൗൺ മിസ്റ്റർ ലൂയി. നിങ്ങളുടെ പ്രിയപ്പെട്ട മാത്തുണ്ണിയെ കിഡ്നാപ്പ് ചെയ്ത കേസ് മർഡർ കേസാക്കി മാറ്റണോ? ഐ വിൽ ഫിക്സ് ദ ടൈം ആൻഡ് പ്ലേസ്. നിങ്ങൾ അവിടെ എത്തണം. എത്തും, ഐ നോ. സോ ഹാവ് എ നൈസ് ഡേ കിഡ്നാപ്പേഴ്സ്. ഹലോ ഹലോ, എങ്ങനെ പോണു കാര്യങ്ങൾ? ആർ യു ഹാപ്പി? ഡോക്ടറാ, ഒന്ന് ഫ്രീ ആകുമ്പോ ഞാൻ അങ്ങോട്ട് ഇറങ്ങാം. ഓക്കെ ഓക്കെ, ഗുഡ് നൈറ്റ്. ഇത് നമ്മുടെ ഡോക്ടറിന്റെ വണ്ടിയല്ലേ? എവിടെ? ഇതുവരെ വന്നില്ലല്ലോ. ഒന്ന് ഫോൺ വിളിച്ചാലോ? പിന്നെന്താ, വിളിക്കാലോ. ഹലോ വിഷ്ണു. ഹലോ സാർ, ഒരു സെക്കൻഡ് മോന്റെ കൊടുക്കാവേ. സംസാരിച്ചു. ഹലോ ഹലോ പപ്പ. ഹലോ. കട്ടായി. ഉണർത്തുന്നില്ല. രാവിലെ അവനൊരു സർപ്രൈസ് ആയി. കുത്തി കൊടലെടുക്കണ വേണ്ട ലൂച്ച, അവൻ വെൽ പ്ലാൻഡാ. നമ്മളിപ്പോ എടുത്തു ചാടി എന്തെങ്കിലും ചെയ്താൽ അപകടത്തിലാകുന്നത് നമ്മുടെ മാത്തുവിന്റെ ജീവനാ. ആദ്യം അയാളുടെ ഉദ്ദേശം എന്താണെന്ന് അറിയണം.
തൽക്കാലം ഇത്രയും തെളിവുകൾ പോരെ? മതി, ധാരാളം. എന്തിനാ തന്റെ ഈ നാടകം കളി? എന്താ തന്റെ ആവശ്യം? നല്ല ചോദ്യം. നല്ല ചോദ്യങ്ങൾക്ക് നല്ല ഉത്തരം വേണം, വ്യക്തമായ ഉത്തരം. എന്റെ ആവശ്യം പണമാണ്. അതെങ്ങനെ വരുന്നുവെന്ന് ഞാൻ നോക്കാറില്ല, എത്ര വരുന്നു, ദാറ്റ്സ് ഓൾ. മാത്യു പോളിന്റെ മകന്റെ ജീവന് ഞാനൊരു വിലയിടും. അത് നിങ്ങൾ എനിക്ക് എത്തിച്ചു തരണം. ഇല്ലെങ്കിൽ ഞാൻ അവനെ കൊല്ലും. അപ്പോഴും ജയിക്കുന്നത് ഈ ഐസക് തന്നെയായിരിക്കും. നിങ്ങളിപ്പോൾ പഴയ വിഷ്ണുവും ലൂയിയും പപ്പനുമല്ല. തിരിച്ചു വന്ന ഭാര്യയും മകളും, കാത്തിരിക്കുന്ന ആരൊക്കെയോ. അങ്ങനെ നഷ്ടപ്പെടാൻ ഒരുപാടുണ്ട് നിങ്ങൾ 3 പേർക്കും. ആലോചിച്ച് നല്ലൊരു തീരുമാനമെടുക്ക്. യു ക്യാൻ ബി സ്മാർട്ട്, ബട്ട് സോറി, ഐ ആം സ്മാർട്ടർ. വിഷ്ണു പഴയ വിഷ്ണുവും ലൂയി പഴയ ലൂയിയും ആകാൻ പോകുന്നു. പക്ഷേ പപ്പേട്ടൻ ഭാര്യയുടെ മകളുടെ അടുത്തേക്ക് തിരിച്ചു പോകണം. പോയേ പറ്റൂ. ഭാര്യയും മകളുമുള്ള പപ്പുമാർ തിരിച്ചു പോകണം, പോയേ പറ്റൂ. പക്ഷേ നിങ്ങളുടെ പപ്പേട്ടന് പോകാൻ പറ്റുമോടാ? സില്ലി പപ്പൻസ്. നമുക്ക് എന്ത് നോക്കാനടാ? എവിടെയായാലും നമ്മൾ ഒരുമിച്ചല്ലേ. പിന്നെന്താ, ഒരു പണി കിട്ടി, അത് നല്ല അന്തസ്സായിട്ട് തിരിച്ചു കൊടുക്കും. ഒരു നൈസ് പണി. നമ്മുടെ മാത്തുണ്ണിയെ എന്ത് വില കൊടുത്തും നമ്മൾ തിരിച്ചേൽപ്പിക്കും, ഒരു പോറൽ പോലും ഏൽക്കാതെ. കൈയൊറ. ഹലോ മാത്യു, വാട്സ്ആപ്പ്, എനി ന്യൂസ്? ഐസക്കേ, അത്യാവശ്യമായിട്ട് തന്നെ എനിക്കൊന്ന് കാണണം. ഓക്കെ, വീട്ടിലാണ്. ഐ എം വെയിറ്റിംഗ് ഫോർ യു. ശരി, ഓക്കെ. ഈ ഒരു സിറ്റുവേഷനിലും എന്നെ ഇറിറ്റേറ്റ് ചെയ്യാനാണ് അവളുടെ ഉദ്ദേശമെങ്കിൽ ഐ ഡോണ്ട് നോ ഹൗ ഐ എം ഗോയിങ് ടു റിയാക്ട്. കമ്പനിയുടെ കൺസൾട്ടന്റ് ആയിട്ടല്ല, ഞങ്ങളുടെ രണ്ടുപേരുടെയും ഏറ്റവും അടുത്ത സുഹൃത്താണ് താൻ. അതുകൊണ്ടാ അവൾ വരുമ്പോ താൻ ഇവിടെ ഉണ്ടാവണമെന്ന് ഞാൻ പറഞ്ഞത്. ഈ ഒരു അവസരത്തിൽ തന്നോട് മത്സരിക്കുകയല്ല ബീന ചെയ്യേണ്ടത്. ഷീ മസ്റ്റ് സ്റ്റാൻഡ് ബൈ യു. തനിക്കറിയാലോ, ഞാൻ അവന്റെ സ്കൂളിലോ ഹോസ്റ്റലിലോ പോയി കാണാറില്ല. ഞാൻ കാണാൻ ചെന്നാൽ കുട്ടിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞ് അവൾ പ്രശ്നം ഉണ്ടാക്കും. മാത്തുണ്ണി വെക്കേഷന് അവളുടെ വീട്ടിലുണ്ടാവുന്ന ബീന എന്റെ അമ്മച്ചി വിളിച്ച് പറഞ്ഞതാ. സോ ഐ തോട്ട് ഹി ഈസ് വിത്ത് ദം. She has come. എന്റെ ഡിവോഴ്സ് കേസ് ഞാൻ പിൻവലിച്ചു. എനിക്ക് എന്റെ മോനെ വേണം, അവന്റെ പപ്പേ. പരസ്പരം മത്സരിക്കുന്നതിനിടയിൽ നമ്മൾ മറന്നത് നമ്മുടെ മോനെയാണ്. അവൻ വീട്ടിലെത്തിയോന്ന് നമ്മളിൽ ആരെങ്കിലും ഒരാളൊന്ന് വിളിച്ചു ചോദിച്ചിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. അവനെ കൊണ്ടുപോയവർക്ക് പണമാണ് ആവശ്യമെങ്കിൽ എന്റെ മുഴുവൻ സ്വത്തുക്കളും ഞാൻ അവർക്ക് കൊടുക്കാം. എനിക്ക് എന്റെ മോനെ വേണം മാത്യു, പ്ലീസ്. ശരിയാണ്, നമ്മുടെ വാശികൾക്കിടയിൽ അവനെ നമ്മൾ മറന്നു. ഇനിയിപ്പോ നമുക്ക് നമ്മുടെ മകനെ വേണം, ഒപ്പം നമ്മുടെ ജീവിതം. കെട്ടുകഴിഞ്ഞ് പള്ളിയിൽ നിന്ന്
വീണയും മാത്യുവാടാ ഞങ്ങളിപ്പോ. ഇനി ഞങ്ങൾ ഒരുമിച്ചുണ്ടാവും. എന്തിനും. ഗുഡ്, കൺഗ്രാറ്റുലേഷൻസ്. നല്ല തീരുമാനം. പോലീസുകാരും പത്രക്കാരും ഇടപെട്ട് കാര്യങ്ങൾ വഷളാക്കുന്നതിന് മുമ്പ് വി വിൽ സോൾവ് ദിസ് ഇഷ്യൂ. മാത്തുണ്ണിയേക്കാൾ വലുതല്ലല്ലോ നമുക്കൊന്നും. സോ റിമൈൻഡിങ് യു, നോ പോലീസ്, നോ മീഡിയ. ഓക്കെ? ഓക്കെ. ശരി, ഓക്കെ. ആഹാ, സാറ് കൃത്യസമയത്താണല്ലോ. പോലീസിന് കീഴടങ്ങുന്നത് ഒന്നും കൂടി ഒന്ന് ആലോചിച്ചിട്ട് പോരെ? മനസ്സിലായില്ല. അല്ല, നമുക്കൊരു ധാരണയിലെത്തിയാൽ രണ്ടു കൂട്ടർക്കും അതുകൊണ്ട് മെച്ചമുണ്ടാവും. ഐ മീൻ എ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. അത് ഞാൻ എന്റെ ഭായി ഇത് നേരത്തെ അങ്ങ് പറഞ്ഞാ പോരായിരുന്നോ? നമ്മളൊക്കെ മനുഷ്യരല്ലേ, പറഞ്ഞാൽ മനസ്സിലാകത്തില്ലേ? ഇല്ലേടാ ലൂയി? പിന്നെ നേരെ പോകാതെ ഞങ്ങളുടെ ഒരു ലൈൻ. പക്ഷെ സാറ് തെറ്റിച്ചു. ശരി, എന്റെ കൂടെ നിൽക്കാൻ എന്തു വേണം നിങ്ങൾക്ക്? ആ, സാറിനിപ്പോ കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി. എന്തായാലും നനഞ്ഞു, ഇനി കുളിച്ചു കയറാം. എന്താച്ചാ നീ പറ. ഞങ്ങൾക്ക് 3 പേർക്കും കൂടി ഒരു 3 കോടി രൂപ. യെസ്, സമ്മതിച്ചു. ഓക്കെ, ഡൺ. പിന്നെ ഒരു വർക്ക് ഏറ്റെടുത്ത അഡ്വാൻസ്, അതാണ് ഞങ്ങളുടെ ഒരു ലൈൻ, അല്ലടാ? പിന്നെ പ്രത്യേകിച്ചൊരു പണിയും കൂടെ കിട്ടിയ സ്ഥിതിക്ക്. അതെ. ഓക്കെ, എത്ര വേണം അഡ്വാൻസ്? ടോട്ടൽ എമൗണ്ടിന്റെ 1/3, അതായത് 1 കോടി. ശരി, സമ്മതിച്ചു. ഇതാ ചോദിച്ച അഡ്വാൻസ്. ഇനി മാത്യുവിനെ വിളിച്ച് നിങ്ങൾ ഡീൽ ഫിക്സ് ചെയ്യണം. എണ്ണി നോക്കണം സാറേ. നിങ്ങളുടെ കോൾ വരുമ്പോൾ മാത്യുവിന്റെ ഒപ്പം ഞാനും ഉണ്ടാവും, അവന്റെ ആളായി. അല്ല സാറേ, ഈ മാത്യു പോളും ഭാര്യയും പോലീസിൽ പരാതിയൊന്നും കൊടുത്തിട്ടില്ലല്ലോ അല്ലേ? സാറിനെ വിശ്വസിച്ചാ ഞങ്ങള്. എന്റെ അറിവോ സമ്മതമോ അല്ലാതെ ആരും നിങ്ങൾക്കെതിരെ ഒരു ചെറുവിരല് പോലും അനക്കില്ല. ഓ, ഇനി അഥവാ പോലീസ് പിടിച്ചാൽ തന്നെ 3-4 വർഷം. നമ്മൾ 30 വർഷം പണിയെടുത്ത് കിട്ടും പൈസ. യു ആർ വെരി ഇൻട്രസ്റ്റിംഗ് മിസ്റ്റർ ലൂയി. യെസ്, ഹി ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. പോലീസിൽ അറിയിക്കാതിരിക്കുന്നത് റിസ്ക് അല്ലേ ഐസക്? എനിക്കെന്തോ ഒരു പേടി. എന്റെ മോനെ അവര്. ഡോണ്ട് ബി സില്ലി മാത്യു. ഒരു തരത്തിലും നമ്മൾ അവരെ ഇറിറ്റേറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ നമ്മുടെ കുഞ്ഞിന്റെ ജീവൻ അപകടത്തിലാവും. ക്രിമിനൽസിനെ കുറിച്ച് വ്യക്തമായി അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. വി ഷുഡ് വെയിറ്റ്. യെസ് മാത്യു പോൾ, നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കയ്യിലുണ്ട്. അവരാ സംസാരിക്കും. നിങ്ങളാരാ? എന്താ നിങ്ങൾക്ക് വേണ്ടത്? എന്തിനാ നിങ്ങൾ എന്റെ മകനെ? ഞങ്ങൾക്ക് ആവശ്യം പണമാണ്. Tell me, എത്ര വേണം നിങ്ങൾക്ക്? 10 കോടി രൂപ. അത് തന്നാൽ നിങ്ങളുടെ മകൻ സുരക്ഷിതനായി തിരിച്ചു വരും. അല്ലെങ്കിൽ അവനെ മറന്നേക്ക്. നിങ്ങൾ ആവശ്യപ്പെട്ട പണം തരാൻ ഞാൻ തയ്യാറാണ്. എന്റെ മോനെ നിങ്ങൾ ഉപദ്രവിക്കരുത്, പ്ലീസ്. ഐ ബെഗ് യു. Then okay. എനിക്ക് ഒരു റിക്വസ്റ്റ് കൂടെ ഉണ്ട്. എന്താ? പറഞ്ഞോളൂ. നിങ്ങളെ കാണാൻ വരുമ്പോ എന്റെ കൂടെ ഒരു സുഹൃത്തുണ്ടാവും. ആരാണ് സുഹൃത്ത്? ഡോക്ടർ ഐസക് സാമുവൽ. ഓക്കെ, എഗ്രീഡ്. പിന്നെ എന്തെങ്കിലും അതിബുദ്ധി കാണിച്ച് ഞങ്ങളെ ചതിക്കാനാണ് പരിപാടിയെങ്കിൽ നോ, നെവർ. ഐ വാണ്ട് മൈ ചൈൽഡ്. ഗുഡ്. അപ്പൊ മറക്കണ്ട, 10 കോടി രൂപ. സമയവും സ്ഥലവും ഞങ്ങൾ അറിയിക്കും. ഹലോ ഹലോ. റാൻസം 10 crores. അവരുടെ ഈ ഡിമാൻഡ്സ് നമ്മൾക്ക് അംഗീകരിച്ചേ പറ്റൂ. വി ഹാവ് നോ അതർ ഓപ്ഷൻ. മാത്തുണ്ണേക്കാൾ വലുതല്ല
നമുക്കൊന്നും. സമയവും സ്ഥലവും അവർ അറിയിക്കട്ടെ. മാത്തുണ്ണിയെ നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. താൻ ധൈര്യമായിട്ടിരിക്കേ, ഞാനില്ലേ കൂടെ. പണവുമായി കൃഷ്ണഗിരിയിലേക്ക് എത്താൻ മാത്യു പോളിനോട് നിങ്ങൾ ആവശ്യപ്പെടണം. അവിടെയാണ് സേഫ്. തൊട്ടടുത്ത ടൗണിൽ നിന്നും 50 കിലോമീറ്റർ ദൂരമുണ്ട് അവിടേക്ക്. പോലീസ് സ്റ്റേഷനും ഏകദേശം അത്ര ദൂരത്തിലാണ്. അഥവാ മാത്യു എന്തെങ്കിലും അതിബുദ്ധി കാണിച്ചാൽ തന്നെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സമയം ധാരാളം. മാത്യു പോളിനോടൊപ്പം ഞാനും ഉണ്ടാവും. കുറച്ചു മാറി ഒരു വണ്ടിക്കുള്ളിൽ എന്റെ ആൾക്കാരോടൊപ്പം മാത്തുണ്ണി. പണം വണ്ടിക്കുള്ളിൽ എത്തിയാലുടനെ എന്റെ ആൾക്കാർ കുട്ടിയെ വിട്ടുതരും. അതിലൊരു ചെറിയ പ്രശ്നമുണ്ടല്ലോ സാറേ. എന്താണ്? എന്താ പ്രശ്നം? പണം നിങ്ങളുടെ വണ്ടിയിലെത്തുന്നു. കുട്ടിയെ ഞങ്ങൾ മാത്യു പോളിനെ ഏൽപ്പിക്കുന്നു. അപ്പോ ഞങ്ങൾക്ക് കിട്ടാനുള്ള ബാക്കി 2 കോടി രൂപയുടെ കാര്യം എപ്പോ തരും? അത് നമ്മൾ വീണ്ടും കാണുമല്ലോ. ഇല്ലല്ലോ, നമ്മൾ വീണ്ടും കാണുന്നില്ലല്ലോ. സംഭവം കഴിഞ്ഞ അടുത്ത സെക്കൻഡിൽ ഞങ്ങൾ മുങ്ങും. മാത്രമല്ല സാറിനെ ഞങ്ങൾക്ക് നല്ല വിശ്വാസമാണ്. അതുകൊണ്ട് ഞങ്ങളിൽ ആരെങ്കിലും ഒരാള് മാത്തുണ്ണിയോടൊപ്പം വണ്ടിയിലുണ്ടാവും. എന്തു പറയുന്നു? ഓക്കെ, സമ്മതിച്ചു. അപ്പോ കൃഷ്ണഗിരി വെച്ച് കാണാം. യെസ്, ഓക്കെ. വക്കീലെ, ബാക്കി 2 കോടി രൂപ തനിക്ക്. കൃഷ്ണഗിരിയിൽ നിന്ന് അവന്മാര് ജീവനോടെ പോവാതിരുന്നാൽ. നിങ്ങൾ ആവശ്യപ്പെട്ട പണം. ആദ്യം എന്റെ മകൻ. മോനെ, സാർ, ഇത് ഞങ്ങൾ ഐസക്കിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ 1 കോടി രൂപയാ.
ഈ കുട്ടിയുടെ തിരോധാനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ മുഖ്യമന്ത്രി രാജിവെക്കണം. പ്ലീസ് ചേട്ടാ, മുഖ്യമന്ത്രി രാജിവെക്കണം. ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ പ്ലീസ്. എന്ത് കംപ്ലീറ്റ് ചെയ്താലും മുഖ്യമന്ത്രി രാജിവെക്കണം. വ്യവസായ പ്രമുഖരുടെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി പണം മോചനദ്രവ്യമായി ഞങ്ങളുടെ മകന്റെ ജീവന്റെ വിലയായിട്ടല്ല, ഐസക്കിനെ പോലൊരു ചതിയനെ എനിക്ക് കാണിച്ചു തന്നതിന് ഞാൻ നിങ്ങൾക്ക് എന്താണ് തരേണ്ടത്? അയ്യോ, ഒന്നും വേണ്ട സാർ. ഒരു 5 മിനിറ്റ് കൊണ്ട് എണ്ണി തീരേണ്ട കാശിന്റെ ആവശ്യം ഞാൻ കൊള്ളു സാർ. പപ്പായും മമ്മിയും കാണിക്കാമെന്ന് പറഞ്ഞാൽ ആരുടെ കൂടെയും ഇറങ്ങിപ്പോകുന്ന മാത്തുണ്ണിയുടെ അവസ്ഥ ഇനിയും ഉണ്ടാവരുത്. എടാ മാത്തു, ഇനി നിന്റെ പപ്പയും മമ്മിയും വടക്കിട്ട നമ്മളിനി പോകാൻ പോകുന്ന എങ്ങോട്ടാന്നറിയോ? നേരെ കൃഷ്ണഗിരിയല്ല, ഊട്ടി. അതിന്റെ പപ്പയോട് പോയി പറഞ്ഞാൽ മതി. നമുക്ക് ഊട്ടിക്കുള്ള ബഡ്ജറ്റേ ഉള്ളേ. തള്ളലോടോ ആളൊന്ന് കാണട്ടെ, മാറിയുന്നുണ്ട്. കുട്ടിയോടൊപ്പം ആദ്യ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന മൂവർ സംഘത്തെ ചുറ്റിപ്പറ്റിയാണ് ദുരൂഹത തുടരുന്നത്. ജയിൽ മോചിതരും ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവരുമായ ഈ മൂവർ സംഘം ഡേ കെയർ സെന്റർ, ആംബുലൻസ് സർവീസ് തുടങ്ങിയവ എന്തിനാണ് ആരംഭിച്ചത്? ഇത് സംബന്ധിച്ച ദുരൂഹതകൾ തുടരുകയാണ്. ദുരൂഹതകളുടെ ചുരുളഴിക്കാൻ ക്യാമറമാനോട് ആ ദുരൂഹത നിറഞ്ഞ 3 പേരിൽ ഒരു ദുരൂഹൻ ഈ ഞാനാണ്. ആംബുലൻസും ഡേ കെയറും ഒക്കെ തുടങ്ങിയത് വെറും വയറ്റിപ്പഴപ്പിന് വേണ്ടി മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് പേരറിയാൻ പാടില്ലാത്ത ഏതോ ഒരു ക്യാമറമാനോടൊപ്പം വിഷ്ണു, ലൂയി, ഇനി 3 ഡോട്ട്സിന്റെ ജീവിതത്തിൽ പ്രണയത്തിന്റെയും ദാമ്പത്യത്തിന്റെയും